ഞാൻ ഇന്ന് രാത്രി ഒരു വ്യത്യസ്തമായിട്ട് ബൈബിൾ ക്ലാസ് പോലെ ഒരു വേദഭാഗം എടുത്ത് ചിന്തിപ്പാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. നിങ്ങൾക്കെല്ലാം ദൈവവചനം നന്നായിട്ട് അറിയാം. ഞാൻ മിക്കയിടങ്ങളിലും പറയാറുള്ളത് പോലെ ഇപ്പോൾ ഈ പ്രസംഗത്തിൽ വരുന്ന ബലപ്പെടാനെന്ന് വല്ല പലരും ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. പോയിന്റ് വല്ലതും വിട്ടു പോകുന്നുണ്ടോ? ഞങ്ങൾ പറയും പോലെ തന്നെ ആണോ പാസ്റ്ററും പറയുന്നത്? പണ്ടൊരു പാസ്റ്റർ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരപ്പച്ചൻ പ്രാർത്ഥിച്ചു, കർത്താവേ നല്ല മെസ്സേജ് ഘടിപ്പിച്ചു, നിന്റെ ദാസന് ഉപയോഗിച്ചു, വിട്ടുപോയ പോയിന്റുകൾ ഞങ്ങൾ ഇത്തരണത്തിൽ ഓർക്കുന്നു. അപ്പം വിട്ടുപോയ പോയിന്റും കൂടെ ഓർക്കാൻ കഴിവുള്ളവരാ. അപ്പം അതുകൊണ്ട് ശാന്തമായിട്ട് അല്പസമയം ദൈവവചനം പഠിക്കാം. ഞാൻ വേറൊരു മെസ്സേജ് പറയണമെന്നൊക്കെ ഹൃദയത്തിൽ പകലിങ്ങനെ ചിന്തിച്ചു, എബ്രായ ലേഖനത്തിൽ നിന്ന്. അത് സംസാരിക്കുന്നില്ല. വേറൊരു വാക്യം എനിക്ക് വീണ്ടും പ്രകാശിച്ചത് കൊണ്ട് അതിൽ നിന്ന് ഒരു ബൈബിൾ ക്ലാസ് പോലെ. അപ്പോൾ അതെല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ. സാധാരണ യോഗത്തിൽ നിന്ന് വ്യത്യസ്തം. അതിന് ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായിട്ട് വളരെ പരിചിതമായ ഒരു വേദഭാഗം വായിക്കാൻ 2 സങ്കീർത്തനം 12 വാക്യം. സങ്കീർത്തനം 2:12. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വാനായ ദൈവമേ, നല്ല രാത്രിക്കായി സ്തോത്രം. കൂടപ്പെട്ട എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം നൽകുവാൻ ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. തൃക്കാൽക്കലിരുന്ന് തിരുവചനം ധ്യാനിപ്പാൻ ഈ രാത്രി ഞങ്ങൾക്കെല്ലാം വിശേഷ കൃപ നൽകണം. പുത്രനെ ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തുകയാണ്. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും ദയമൂലം കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഹല്ലേലൂയ പാടാം. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവിൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവിൻ. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം. ആമേൻ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ എഴുന്നള്ളിയിടട്ടെ. ആമേൻ. രക്ഷകനേശുവിൻ സന്നിധിയിൽ ആമേൻ. മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ. വീണ്ടെടുക്കുവാൻ ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. ആമേൻ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനായി നിന്നിലേക്ക് ഇന്നവൻ എഴുന്നള്ളിയിടട്ടെ. കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് സ്തോത്രം. ശാന്തമായിട്ട് ഇന്ന് രാത്രി ദൈവവചനം പഠിക്കാം. അതിനാധാരമായിട്ട് വായിച്ചത് 2 സങ്കീർത്തനം അതിന്റെ 12 വാക്യമാണ്. ഒന്നുകൂടെ വായിച്ചത് റോസമാമേ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഈ വാക്യം പല രീതിയിൽ തിരിച്ച് പ്രസംഗിപ്പാൻ സബ്ജക്റ്റ് ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ പ്രസംഗിച്ചാല് നമുക്കാർക്കും ഇന്ന് പോയി പറ്റുണ്ടാകുകയില്ല. എന്നാൽ അതിലെ ഒടുവിലത്തെ ഒരു പദത്തിന്റെ ചില കാര്യങ്ങൾ എടുത്ത് ഒരു ചെറിയ സബ്ജക്റ്റ് പ്രസംഗിപ്പാനാണ് കർത്താവ് ശരണപ്പെടുന്നത്.
അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ പ്രസംഗ വിഷയം വഴിയിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ എന്നൊരു സബ്ജക്റ്റാ. വഴിയിലുണ്ടാകുന്ന പോരാട്ടം. ഇതിന് പോരാട്ടം എന്നൊന്നും പേര് കൊടുക്കണ്ട. പക്ഷേ നമ്മൾ പെന്തിക്കോസുകാർ സ്തോത്രം പറയണേ പോരാട്ടം എന്നുള്ള പദം കൊടുത്തെങ്കിൽ ഒക്കുള്ളൂ. മാർഗതടസ്സമെന്നോ വഴിയിലുണ്ടാകുന്ന വിഘ്നമെന്നോ പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞ അത്രയും ഒരു ഉന്മേഷം വരികയില്ല. പോരാട്ടം അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. അപ്പൊ തന്നെ ഒരു ധൈര്യവും ഒരു പോരാട്ടമൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്താ വിഷയം വഴിയിലുണ്ടാകുന്ന പോരാട്ടം. ഈ സങ്കീർത്തനം ആരാണ് എഴുതിയത് എന്ന് ഇതിന്റെ ഹെഡിങ്ങിൽ ഇല്ല. ഉണ്ടോ? ഇല്ല. ഒരു സങ്കീർത്തനം എഴുതിയത് ആരാണെന്നതിന്റെ ഹെഡിങ്ങിൽ ഇല്ലെങ്കിൽ അതിന്റെ മുൻപുള്ള സങ്കീർത്തനവും പിൻപുള്ള സങ്കീർത്തനവും എഴുതിയത് ആരാണെന്ന് പഠിക്കണം. മുൻപും പിൻപും ഉള്ള സങ്കീർത്തനങ്ങൾ എഴുതിയ വ്യക്തിയായിരിക്കും നടുക്ക് കിടക്കുന്ന സങ്കീർത്തനവും എഴുതിയത് എന്നാണ് വേദ പഠിതാക്കളുടെ ഇടയിലുള്ള അഭിപ്രായം. അങ്ങനെയെങ്കിൽ ഒന്നാം സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന്, മൂന്നാം സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് പഠിക്കണം. ഒന്നും മൂന്നും എഴുതിയ വ്യക്തിയായിരിക്കും രണ്ടും എഴുതിയത്. എന്നാൽ ഒന്നാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിലുമില്ല ഇതാരാണ് എഴുതിയെന്ന്. അജ്ഞാത സങ്കീർത്തനമാണ്. എന്നാൽ മൂന്നാം സങ്കീർത്തനത്തിന്റെ മുകളിൽ കിടപ്പുണ്ട് ദാവീദ് തന്റെ മകനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം 3ന്റെ ഹെഡിങ്. സങ്കീർത്തനം 3ന്റെ ഹെഡിങ് വായിക്കാൻ ദാവീദ് തന്റെ മകനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം. അപ്പനാകുന്ന ദാവീദ് പുത്രനാകുന്ന അബ്ശാലോമിനെ പേടിച്ച് ഓടി. വേദപുസ്തകം പഠിക്കുന്നവർക്ക് ചരിത്രം അറിയാം. പുത്രനാകുന്ന അബ്ശാലോമിനെ പിടിച്ച് പിതാവാകുന്ന ദാവീദ് ഓടി. ഓടാനുള്ള കാരണം മറ്റൊന്നുമല്ല, അബ്ശാലോമിന് അധികാരമോഹം കയറി. കസേരയ്ക്കുള്ള പിടിവലി. അതാന്നല്ലേ ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നേ. കസേരയ്ക്കുള്ള മോഹം. ചാകുന്നതിന് മുന്നേ ആ കസേരയിലൊന്ന് ഇരിക്കണം. ചെല്ലു പറഞ്ഞിരിക്കും ഇരുന്ന് കഴിഞ്ഞൊന്ന് ചാകണം. ബിരുദന്മാര് പറയിരിക്കും അതിൽ ഇരുന്നോണ്ട് ചാകണം. അപ്പൊ കസേരയ്ക്കുള്ള പിടിയാ. എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ മോനെ കേൾക്കണം. അവന് വേറെ ജോലിയൊന്നും ചാടുകയില്ല. എന്നാലും പറയാം നീ വാ. അപ്പൊ അവൻ പറയാം അപ്പ എന്നെ ദൈവം വിളിച്ചില്ല. ദൈവം പിന്നെ വിളിച്ചോളൂ. ഇപ്പൊ ഞാനാ വിളിച്ചേ. ഇപ്പൊ ഈ മക്കത്തായോ മരുമക്കത്തായോ ആയിരിക്കാം സഭ. അപ്പോൾ അബ്ശാലോമിന് അധികാരമോഹം അകത്ത് കയറി. ദാവീദ് കൊടുക്കത്തില്ല കസേര. വിദ്വേഷം ഉണ്ടായിട്ടല്ല, അഭിഷേകമില്ലാഞ്ഞിട്ടാ. ഇസ്രായേലിലെ ഒരുവൻ രാജാവാകണമെങ്കിൽ തൈലക്കാരന്റെ വിദ്യപ്രകാരം തൈലക്കൂട്ടുണ്ടാക്കി ആത്മനിയോഗം പ്രാപിച്ച് അഭിഷിക്കുന്നതിന് ആരാണ് രാജാവ് എന്ന് വെച്ചാൽ അവന്റെ ശിരസിൽ അഭിഷേകതയിൽ കുടിക്കണം. അതിന് വ്യവസ്ഥയുണ്ട്. 500 ശെക്കൽ അതിന്റെ മൂലത്തിൽ പാതി 250 ശെക്കൽ സുഗന്ധവർഗം, 500 ശെക്കല് വഴുന്ന തൊലിയതിൽ പാതി എണ്ണ, ഇതെല്ലാം ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ആലയത്തിലെ തൂക്കപ്രകാരം തൈലം ഉണ്ടാക്കണം. എല്ലാവരും ഒന്നും ഉണ്ടാക്കരുത്. എല്ലാവരും ഒന്നും ഉപദേശിയാകരുത്. അതിന് വിളിയുള്ളവരെ ഇറങ്ങാവും. കാശുണ്ടെന്ന് പറഞ്ഞിറങ്ങരുത്. അതിന് വിളി നിയോഗമുണ്ട്. ചിലക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പൂതികളൊക്കെ ഉണ്ടാകും. പണ്ട് CK ദാനിയേൽ സാറ് പ്രസംഗിച്ചും പറയാറുണ്ട്, ഈ കിഴക്കൻ വെള്ളം വന്നപ്പോൾ ഊത്ത ഇളകുന്നു, വാളയും തൂളിയെല്ലാം ഇളകി വരിക. അപ്പൊ എല്ലാവരും വീശുന്ന കണ്ടോട്ട് മാത്രമെന്ന് പറഞ്ഞ പുള്ളിക്ക് ആശ കയറി എടുത്തൊരു വീശ്. പുള്ളി അതിനകത്ത് പോയി. എല്ലാവരും മീൻ പിടിക്കുന്നതായിട്ട് വീശിയറ ഒറ്റ വീശ്. പുള്ളി അതിനകത്ത് പോയി. പിന്നെ വെള്ളം കുടിച്ച് മലയെ കുരിയും കിടക്കുക. പിന്നെ മറ്റു വീശുകാർ വന്ന് പിടിച്ച് കയറ്റി വെള്ളം കുടിച്ച് വയറിങ്ങനെ പെട്ടുത്തുമ്പ് പോലിരിക്കുക. പുള്ളി അവിടെ കിടന്നോട്ട് പറഞ്ഞു, വീശ് പോലെ നാശം പിടിച്ചൊരു ഇടപാട്. വീശ നാശം വന്നു, നിനക്ക് വചമില്ല. വീശ നല്ലതാ. അപ്പൊ ഇതിനെ വിളിയുള്ളവർ, സമർപ്പണമുള്ളവർ, പ്രതിഷ്ഠ ചെയ്തവർ ഇറങ്ങിയാൽ അത് വിജയിക്കും. അപ്പൊ അബ്ശാലോമിന് അധികാരം കിട്ടണം. ദാവീദ് കൊടുക്കത്തില്ല. വിദ്വേഷം ഉണ്ടായിട്ടല്ല, അഭിഷേകമില്ലാഞ്ഞിട്ട്. അബ്ശാലോമിന് കിട്ടണം. നേരായ മാർഗത്തിൽ കിട്ടുകയില്ല. വളഞ്ഞ വഴി. അബ്ശാലോം വളഞ്ഞ വഴി കണ്ടു. അതൊന്നും പ്രസംഗിച്ചാൽ ഇന്ന് തീരുകയല്ല സമയം. എന്തിനേറെ കൊള്ളാം, അവസാനം അബ്ശാലോമിനെ പേടിച്ച് അബ്ശാലോം തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും രഥങ്ങളെയും കുതിരകളെയും സമ്പാദിച്ചു. ആ വാക്യം ഒന്ന് വായിച്ചേര്. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 2 ശമൂവേൽ 15-1 ഓടിച്ചെന്ന് വായിച്ചു. നമ്മുടെ വിഷയത്തിൽ പറയണം പെട്ടെന്ന്. അനന്തരം അബ്ശാലോം തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും കുതിരകളെയും രഥങ്ങളെയും സമ്പാദിച്ചു. അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പ്രാകാരത്തിൽ പടിവാതിൽക്ക് നിൽക്കും. ഇസ്രായേലിൽ ആർക്കെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് ആരെങ്കിലും രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിൽ വന്ന അവനെ ആൾക്കാരെ അകത്തോട്ട് വിടയിൽ അവരെ വെളിയിലിട്ട് വശീകരിക്കും. എന്നിട്ട് വരുന്നവരോട് പറയും, നീ ഏത് പട്ടണക്കാരൻ, ഏത് ഗോത്രക്കാരൻ? അവൻ പറയും, ഇന്ന പട്ടണക്കാരൻ, ഇന്ന ഗോത്രക്കാരൻ. അവനെ പറയും, നീ പറഞ്ഞ കാര്യമെല്ലാം നേരിനായുള്ളത്. 4-ാം വാക്യത്തിൽ വായിക്കുന്ന വടക്ക് വ്യവഹാരമുള്ളവരെല്ലാം കൂടി എന്റെ അടുക്ക വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ നടക്കേണ്ട ദേശത്തന്നെ ന്യായാധിപതിയാക്കിയിരുന്നെങ്കിൽ. 4-ാം വാക്യം വായിച്ചേ.
ആ വഴക്കും വ്യവഹാരമുള്ളവർക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം ദേശത്ത് എന്നെ ന്യായാധിപതിയാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ആരെങ്കിലും ഇവനെ കാണാൻ വന്നാൽ കൈ നീട്ടി കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യും. വെളുമ്പനാണോ കറമ്പനാണോ, വണ്ണമുണ്ടോ പൊണ്ണമുണ്ടോ, ഉയരമുണ്ടോ, വലിപ്പമുണ്ടോ, നിറമുണ്ടോ, നിലവാരമുണ്ടോ, ഒന്നും നോക്കുകയില്ല. വരിക, പിടിക്കുക, മുത്തുക. ആരാ വീഴാതെ? സകല എണ്ണോ ഇവന്റെ. ചിലര് കെട്ടിപ്പിടിച്ചു ചുംബനം തരുന്ന കൊരവള്ളിക്ക്. അത് വേറൊരു സത്യം. ഞാനൊരിക്കൽ ഒരാൾ ചുംബനം കൊടുത്ത് അപ്പൊ മറ്റേ പുള്ളി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ഈ പുള്ളി ചുംബനം വെച്ച് മിനിറ്റ് ഉണ്ടെന്ന അതാ പുള്ളി കണ്ടുമില്ല. പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുകൊണ്ട് പറയുന്നില്ല. അപ്പൊ ഈ കെട്ടിപ്പിടുത്തവും മുത്തമിടിയിലും ചുംബനും. എന്നിട്ട് 6-ാം വാക്യത്തിന്റെ ഒടുവിൽ കിടക്കുന്നത് ഇങ്ങനെ വശീകരിച്ചെന്ന. 6-ാം വാക്യത്തിന്റെ ഒടുവിൽ വായിച്ചേ, അബ്ശാലോ അങ്ങനെ ഒന്നുകൂടെ ചേർത്ത് വായിച്ചേ. അങ്ങനെ വായിച്ചേ. അങ്ങനെ അബ്ശാലോം ഇസ്രായേൽ മക്കളുടെ ഹൃദയം അങ്ങനെ വശീകരിച്ചു. എങ്ങനെ? ചക്കരവാക്കും മുഖസ്തുതി കെട്ടിപ്പിടുത്തവും മുത്തമിടിയിലും കൊണ്ട് വശീകരിച്ചു. സമ്പാദിക്കുകയും ചെയ്തു. ഇഷ്ടംപോലെ സമ്പാദിച്ച 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം രഥങ്ങളെയും കുതിരകളെയൊക്കെ സമ്പാദിച്ചു. ഈ സമ്പാദിക്കുന്ന ഒരു കാലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാവരും സമ്പാദിക്കുക. അമേരിക്ക വന്ന ഗൾഫിലും അമേരിക്കയിലും ഒക്കെ കറങ്ങി അടിച്ചേച്ച് നാട്ടിൽ പോയി റബ്ബർ തോട്ടം, എസ്റ്റേറ്റും ബിൽഡിങ്ങും ഒക്കെ മേടിക്കുന്ന വിവിധന്മാരെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ വന്ന് ഇഷ്ടം പോലെ കാശ് പിരിച്ചേച്ച് ഇവിടെ എന്ത് കഷ്ടപ്പെട്ട ഇവിടെ ദൈവമക്കൾ ജീവിക്കുന്നത്. ഞങ്ങളെ പോലുള്ളവർ വരുമ്പോൾ ദൈവത്തെ സേവിച്ച്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവനാമത്തെ ബഹുമാനിച്ചാണ് ഞങ്ങൾക്ക് സ്വോത്ര കാഴ്ചയൊക്കെ തരുന്നത്. അത് നിങ്ങളുടെ കഴിവനുസരിച്ച്. അപ്പൊ തന്നെ കടമുള്ള ബുദ്ധിമുട്ടുള്ളവരും തരാറുണ്ട്. പല ആൾക്കാർ ഇവിടെ വന്ന് ഇതെല്ലാം മേടിച്ചേച്ച് കുമ്പനാട്ടും മുളക്കിടിയിലും പുനലൂരും പോയി ഇലക്ഷൻ നടത്തുക. ഈ കാശിട്ട് അവിടെ പൊടിച്ചു പറഞ്ഞ് ഇവനെനിക്ക് അടിക്കാതെ ദൈവം വിടുവോ? ഇത് അതിന് ചെലവാക്കേണ്ട കാശല്ല, ദൈവനാമത്തിന് വേണ്ടി ചെലവാക്കണം. അതുകൊണ്ട് ഞാൻ വേറൊരു വിഷയമൊക്കെ ഇന്ന് പറയണമെന്ന് ഓർത്താ കരുതി കൂട്ടി വന്ന് ഇന്ന് പറയുന്നില്ല. അപ്പൊ ഒരു കാര്യം പറയാം, അതിനല്ല ദൈവം നമ്മെ വിളിച്ചു. അപ്പൊ ഈ സമ്പാദിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പലരും വന്നിരിക്കുന്നത്. അപ്പൊ അബ്ശാലോം ഇതെല്ലാം സമ്പാദിച്ച് ചക്കരവാക്കും മുഖസ്തുതി കെട്ടിപ്പിടുത്തവും മുത്തമിടിയിലും കൊണ്ട് ഇസ്രായേൽ മക്കളെ മുഴുവൻ വശീകരിച്ചു. 12-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ പദം ഒന്ന് വായിച്ചേ. ഇങ്ങനെ എന്നൊരു പദമുണ്ട്. ഇങ്ങനെ ജനം എത്തി അബ്ശാലോമിന്റെ അടുക്കൽ വന്നു കൂടുകൊണ്ട് കൂട്ടുകെട്ടിന് ബലമേറി വന്നു. 6-ാം വാക്യത്തിന്റെ ഒടുവിൽ അങ്ങനെ വശീകരിച്ചു. എങ്ങനെ? ചക്കരവാക്കും മുഖസ്തുതി കെട്ടിപ്പിടുത്തവും മുത്തമിടിയിലും. അങ്ങനെ വശീകരിച്ചപ്പോൾ ജനം ഇങ്ങനെ വന്നു. ഇങ്ങനെ അബ്ശാലോമിന്റെ പക്ഷം ജനം ചേർന്നു. അപ്പൊ ഒറ്റ വാക്യം പറഞ്ഞ നാടുകളുടെ അശ്രാന്ത പരിശ്രമത്താൽ ഇസ്രായേൽ മക്കളെ എല്ലാം തന്റെ പരിധിയിൽ കൊണ്ടുവന്നിച്ച് ഒരു സുപ്രഭാതത്തിൽ അഗീതോബലിനെ കൂട്ടിപ്പിടിച്ച് അബ്ശാലോം പറഞ്ഞു, ഞാൻ ഹെബ്രോന് യാഗത്തിന്റെ പേര് പറഞ്ഞു പോകാം, ഞാൻ ഹെബ്രോനിലേക്ക് പോകാം, നീ ആൾക്കാരെ കൂട്ടി പെരുമ്പറ മുടക്കി വിളംബരം ചെയ്യണം, അബ്ശാലോം ഹെബ്രോന് രാജാവായെന്ന്. ഈ വാർത്ത ദാവീദിന്റെ കാതുകളിൽ എത്തിയപ്പോൾ ദാവീദ് പറഞ്ഞു, അയ്യോ, അബ്ശാലോം ഹെബ്രോന് രാജാവായെങ്കിൽ അവർ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മയെല്ലാം വാളിന്റെ വായ്ത്തലേക്ക് വെട്ടിക്കൊല്ലും. അതുകൊണ്ട് അബ്ശാലോമിന്റെ വാളിന്റെ വെട്ടേറ്റ് പടഞ്ഞു മരിക്കുന്നതിന് ഭേദം കൊട്ടാരം വിട്ട് ഓടിപ്പോകാമെന്ന് പറഞ്ഞ് പുത്രനാകുന്ന അബ്ശാലോമിനെ പിടിച്ച് ദാവീദ് ഓടി. തന്റെ കൂടെ ഓടാൻ എല്ലാവരും പോയില്ല. പ്ലേത്തിനുമാകുന്ന 400 പേര് ഇത്തായിയെ കൂടെ കൊണ്ടുപോയി. അന്നത്തെ പുരോഗതന്മാർ അബ്യാഥാര് സാധോക്കും അവരെ യെരൂശലേമിൽ നിർത്തി 400 പേരുമായിട്ട് ദാവീദ് കാലിച്ചെരുപ്പിടാതെ തലം മൂടിക്കൊണ്ട് ഗൽഗതത്തോടെ വേദനയോടെ കൊട്ടാരം വിട്ട് കിരീടം വേണ്ടെന്ന് വെച്ച് പൊൻചുക്കോൽ മാറ്റിയിട്ട് രാജവസ്ത്രം ധരിക്കാതെ വേദനയോടെ ഗൽഗതത്തോടെ ദാവീദ് ഓടി. അങ്ങനെ ഓടി കിദ്രോൻ തോട് കടന്നാൽ പിന്നെ ഒലിവുമലയുടെ കയറ്റം ഇങ്ങനെ കയറുന്നു. ഈ അനുഭവങ്ങൾ നമ്മുടെ കർത്താവിനും ഉണ്ടായി. സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ നമ്മുടെ വിശികാനമ്പുരാനും രാത്രി അവൻ അന്ത്യത്താഴം കഴിഞ്ഞേച്ച് കിദ്രോൻ തോട് കടന്ന് ഒലിവുമല പ്രാർത്ഥനയ്ക്ക് പോയി. ദാവീദും ഇങ്ങനെ ഒലിവുമലയുടെ കയറ്റം കയറി നിരപ്പ് ചെന്നപ്പോൾ ഒരുത്തം വരെ നരകനായ ഹൂശായി. അവൻ ദാവീദിനെ കണ്ടപ്പോൾ പറഞ്ഞു, ദാവീദേ, നീ എന്റെ അപ്പന്റെ സ്നേഹിതൻ. അതുകൊണ്ട് ഹൂശായി ദാവീദിനോട് പറഞ്ഞു, ഞാനും നിന്റെ കൂടെ വരും. ദാവീദ് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, നിനക്ക് എന്നോട് പ്രിയമുണ്ട്, പക്ഷെ നീ ഇപ്പൊ യെരൂശലേമിൽ ചെല്ലണം. അതെന്നാ പറയാ, എനിക്ക് വിരോധമായിട്ട് അഗീതോബേൽ തൂത് പറയും. അപ്പൊ അവന്റെ ആലോചന അബദ്ധമാകണമെങ്കിൽ നീ അവിടെ എന്ന് പറഞ്ഞാൽ നീ അവിടെ ചെന്നാൽ അഗീതോബേൽ ഒതുങ്ങും. അപ്പൊ അഗീതോബേൽ ഒതുങ്ങണമെങ്കിൽ ഹൂശായി അവിടെ ചെല്ലണം. ചിലരൊക്കെ ഒതുങ്ങണമെങ്കിൽ ചിലരൊക്കെ വേണം. എനിക്കറിയാം, അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെടാതെ വളരുന്ന പെൺപിള്ളേരുണ്ട് നാട്ടിൽ. അവരെ കെട്ടിച്ചു വിടുമ്പോൾ അവിടെ ജഗജില്ലി ഒരു അമ്മായിയമ്മ കാണും. അവളെ സൂചിമനെ നിർത്തും. അപ്പൊ അവള് വീട്ടിൽ വന്ന് പറയാം, അച്ചാച്ചന്റെ അമ്മച്ചിക്ക് പോരാട്ടമാണ് തോന്നുന്നത്. അത് പോരാട്ടവും ബന്ധനമല്ല, നീ ഒതുങ്ങാൻ ദൈവം നിർത്തിയിരിക്കുന്ന ആ തള്ള ഈയിടെ എങ്ങും ജാകുകയില്ല. ദൈവം ഒതുക്കും. എനിക്കറിയാം, നാട്ടിലൊക്കെ ഇവിടത്തെ അറിയാത്ത നാട്ടിലൊക്കെ പാസ്റ്റർമാരെ, ലോക്കൽ പാസ്റ്റർമാരെ കിട്ടുകിട്ട ഉറപ്പിക്കുന്ന കാശുകാരൻ അച്ചായന്മാരുണ്ട്. കിട്ട് പാസ്റ്റർക്ക് അറിയത്തില്ല, എന്നെ അറിയാമോ, പാസ്റ്റർമാരെല്ലാം പേടിച്ചായിരിക്കുന്ന സിംഹമാകും. ഇയാൾ വലിയ പുള്ളിയാ.
അപ്പൊ കിടുകിട പറപ്പിച്ചാൽ ഇവിടുന്ന പാസ്റ്റർമാരെല്ലാം ഞാൻ പറയാൻ പോലെ എല്ലാം ചെയ്യും. ഇതെല്ലാം പറപ്പിക്കുന്ന പുള്ളി മോളുടെ മുന്നിൽ മുട്ടുകുത്തിക്കാൻ നിൽക്കുന്നത്. ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഇന്നും ജോലിയോട്ടി പറഞ്ഞിച്ചെല്ലുന്നതാണ്. അപ്പൊ നിന്നെ എല്ലാവരും ഒതുക്കുന്ന നിന്നെ ഒതുക്കാനാ തങ്കമ്മേനെ ദൈവം നിനക്ക് സ്വതന്ത്രം പറ. ദൈവം അതെല്ലാം നന്നായി ചെയ്യും. കർത്താവ് അതെല്ലാം നന്നായി ചെയ്യും. പേര് പറയത്തില്ല. നമ്മുടെ ഒരു പഴയ സഭയിൽ ഒരു സാധുവായ ദൈവദാസൻ ശുശ്രൂഷ ചെയ്യുന്നു. ഒരു പരമാർത്ഥിയാണ്. അദ്ദേഹം പ്രസംഗിച്ച കൂട്ടത്തിൽ അവിടെ ഒരു മെയിൻ അപ്പച്ചനുണ്ട്. ആള് വലിയ മിടുക്കനാണ്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ സങ്കീർത്തനം പ്രബോധിപ്പിച്ചുകൊണ്ട് അപ്പം ഇദ്ദേഹം ഇടയ്ക്ക് ചോദിച്ചു എന്ന് വന്ന് ദാവീദിന്റെ സങ്കീർത്തനം കൊള്ളുമെന്ന്. പാവം പേടിച്ചു പോയി. ശുശ്രൂഷയ്ക്കിടയിലല്ലേ ചോദിച്ചത്. പുള്ളിക്ക് വെപ്രാളമായി പോയി. ഇല്ലേ കൽപ്പുള്ളവനല്ല. അപ്പൊ ഇദ്ദേഹം വെപ്രാളപ്പെട്ടു പോയി. എന്ന് പറഞ്ഞ് ദാവീദിന്റെ സങ്കീർത്തനം ഉള്ളൂന്ന് പുള്ളി പേടിച്ചു. ശുശ്രൂഷൻ പിന്നെ ശരിയായി വെപ്രാളമായി പോയി. പിന്നെ പുള്ളി അധികം നാളിരുന്നില്ല. തൊട്ടാതെ ട്രാൻസ്ഫർ വെച്ചങ്ങ് തൃശ്ശൂർ ഏറിയ കണ്ണാറ പീച്ചിക്കപ്പുറം പോയി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു ഉപദേശം വന്ന് ആളല്പം എടുക്കണം. നെടുപ്പമുണ്ട്, വചനത്തിന് തിട്ടമുണ്ട്, പെന്തിക്കോസിൽ അല്പം പഴക്കമുണ്ട്, കാര്യങ്ങളെല്ലാം കണ്ട ആളാണ് പുള്ളി. ഒരിക്കലിങ്ങനെ പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ ഈ പതിവ് ചോദ്യം അപ്പൻ എല്ലാവരോടും ചോദിക്കുന്നതാ എന്ന് വന്ന് ദാവീദിന്റെ സങ്കീർത്തനം ഉള്ളൂന്ന് പുള്ളി വേറെ പുസ്തകം മടക്കി വെച്ച് പറഞ്ഞാൽ ദാനിയേലിന്റെ സങ്കീർത്തനം ചെയ്തരാണ്. ദാനിയേൽ എഴുതിയൊരു സങ്കീർത്തനം അതോടെ അപ്പനങ്ങ് ഒതുങ്ങി. പുള്ളി 5 കൊല്ലം വരുന്ന അപ്പൻ അനങ്ങിയിട്ടില്ല. അപ്പൊ അപ്പനെ ഒതുക്കാൻ ഈ പുള്ളി അവിടെ എന്ന് പറഞ്ഞ പോലെ ചിലരെയൊക്കെ ഒതുക്കാൻ ചിലര് വേണം. അപ്പൊ അഗീതോബലിന്റെ ആലോചന അബദ്ധമാകണമെങ്കിൽ ഊശായി അവിടെ ചെല്ലണം. അർഹനായ ഊശായിയെ പറഞ്ഞ് യെരൂശലേമിന് വിട്ട് ദാവീദ് പിന്നെ മുമ്പോട്ട് ഓടി. ബെഗൂരൂമിൽ ചെന്നപ്പോൾ വേറൊരുത്തൻ ഗേരയുടെ മകൻ ശിമയി, ശൗൽ കുടുംബത്തിന്റെ ബന്ധുവും ബെന്യാമീൻ ഗോത്രജനുമാണ്. ദാവീദിനെ കണ്ടപ്പോൾ നാടൻ ഭാഷ പറഞ്ഞ സമതല തെറ്റീമ ദാവീദിനെ പ്രാഗി. ആ ശൗൽ കുടുംബത്തെ നശിപ്പിച്ചവന്റെ രക്തപാതക നീര പോ എന്ന് പറഞ്ഞ് ദാവീദിനെ ശപിച്ചു പ്രാഗി. അപ്പോൾ ദാവീദിന്റെ കൂടെയുള്ള പെങ്ങളുടെ പിള്ളേരുണ്ട് സെരൂയ അബീഷായി പറഞ്ഞവനെ തീർക്കട്ടെ എന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞു അവനെ വിട്ടേക്കാൻ പറഞ്ഞവൻ എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടട്ടെ, എന്റെ മകൻ എനിക്കെതിരാ. പിന്നെ ഇവൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, അവനെ വിട്. എന്നിട്ടും അവൻ അരിശത്തിരാതെ പൂളിയും കല്ലും എല്ലാം വരെ ദാവീദിന് എറിഞ്ഞു. ഏറുകൊണ്ട് പ്രാക്കേറ്റ് നടന്നു. എന്തിനേറെ അങ്ങനെ വന്ന് യോർദാൻ കടവിൽ ദാവീദ് തങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഭാഗപ്പെട്ട യോർദാൻ കടവിൽ തങ്ങിയെങ്കിലും കടവിൽ മുടിപ്പിക്കാനൊക്കത്തില്ല. അഹീമാസിന്റെ യോനാഥാന്റെ ആലോചനയാൽ അന്ന് രാത്രി ദാവീദ് യോർദാൻ കടവ് കിടന്ന് മഹനീമിൽ ചെന്നു. മഹനീമിൽ ചെന്നപ്പോൾ 3 പേര് ഭക്ഷണ പദാർത്ഥം കൊണ്ട് കൊടുത്തു. ഒന്ന് വായിച്ചത് 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28. ദാവീദ് മഹനീമിൽ ചെന്നപ്പോൾ 3 പേര് ശാപ്പാട് കൊണ്ട് കൊടുത്തു. വായില്ലേ, ദാവീദ് മഹനീമിൽ എത്തിയപ്പോൾ ദാവീദ് മഹനീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രപ്പയിൽ നിന്ന് ആകാശിന്റെ മകൻ ശോഭി, ലോദേബാരിൽ അംബികലിന്റെ മകൻ മാഹി, രോഗേലും എന്ന ഗിലെയാദിനായ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മധുര, അമരിക്ക, പയറ്, പരിപ്പ്, തേന, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്ന് ജനം മരുഭൂമിയിൽ വിശുദ്ധം ദാഹിച്ചു വിരിക്കുമല്ലോ എന്നവർ പറഞ്ഞു. 3 പേര് ഭക്ഷണം കൊണ്ട് കൊടുത്തു. ശോഭി, മാഗ്, ബർസില്ലായി. അപ്പൊ ഇവര് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു. കർത്തവരുടെ തീച്ചൂളെ കൂടെ പോയി ദാവീദ് ഭക്ഷിച്ച് തൃപ്തിപ്പെട്ടു. ഒടിയവിൽ എഫ്രയീമിനത്തിന് യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ 20,000 പേരെ വാളിന് വെട്ടിക്കൊന്നു. വനത്തിലെ യുദ്ധമായതുകൊണ്ട് വാളിപ്പെട്ടതിലുമേറെ വനത്തിൽപ്പെട്ട് വാളിലും വനത്തിലും ജനപ്പെട്ടപ്പോൾ അബ്ശാലോം പേടിച്ച് കോവർക്കടുത്തേക്ക് കോപ്പിട്ട് തിങ്ങി നിൽക്കുന്ന കരുവേലകത്തിന്റെ ഇടയക്കട കോവർക്കടുത്തെ തെളിച്ചോടിച്ചവന്റെ മുടി കരുവേലകത്തെ കുരുങ്ങി കീഴെയുള്ള കോവർക്കടുത്ത് ഓടിപ്പോയി ഇവരിങ്ങനെ തൂങ്ങിക്കിടന്നു. ദാവീദിന്റെ പക്ഷക്കാരിത് വന്ന് കണ്ട് ദാവീദിനോട് വന്ന് യോവാബിനോട് വന്ന് പറഞ്ഞു. യോവാബിനോട് പറഞ്ഞവൻ മുടി ഊങ്ങിക്കിടക്കുക. യോവാബ് പറഞ്ഞവനെ തീർക്കാൻ മേലെ. അവര് പറഞ്ഞോ ഇറങ്ങിയപ്പോ ദാവീദ് പറഞ്ഞല്ലോ എന്നെ ഓർത്ത് കുമാരനോട് കനിവ് തോന്നാൻ. അതുകൊണ്ട് അവനെ ഒന്നും ചെയ്തില്ല. യോവാബ് പറഞ്ഞു എനിക്കങ്ങനെ ധൈര്യമൊന്നുമില്ല. യോവാബ് പൊടുന്നതിനെ 3 കുത്തമെടുത്ത് 10 പേരെ കൂട്ടി എഫ്രയീമിനത്തിൽ മുടി കരുവേലകത്തിൽ തൂക്കിക്കൊടുക്കുന്ന അബ്ശാലോമിന്റെ പള്ളയ്ക്ക് 3 കുന്ന കുത്തിക്കിടത്തി 10 പേര് വട്ടം കൂടി പട്ടിക തല്ലും പോലെ തള്ളിക്കൊന്ന എഫ്രയീമിനത്തിലെ കുടിക്കകത്ത് അബ്ശാലോമിനെ തട്ടി കൽക്കൂമ്പാരം കൂട്ടി ഇങ്ങനെ ഓടിപ്പോയ സന്ദർഭത്തിൽ ആ ദാവീദ് സങ്കീർത്തനം പാടി. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു. അതാ സങ്കീർത്തനം 3-ന്റെ ഹെഡിങ് ഒന്നുകൂടെ വായിച്ചു. ദാവീദ് തന്റെ മകനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം. ഞാൻ ഇങ്ങനെ പറയാനുണ്ട്, ഓടിക്കൊണ്ട് പാടി അല്ലെ പാടിക്കൊണ്ട് ഓടി സങ്കീർത്തനം. നമ്മളന്നേ സങ്കീർത്തനം കീറിയ ചൂട്. നമ്മൾ പറയും ഇത്രയും കൊല്ലമായിട്ട് പാട്ടും പ്രാർത്ഥന നടത്തിയിട്ട് ഒരു വിടുതല് നിങ്ങളും ചൊവ്വായും എല്ലാം യോഗം നടത്തുക. ഇതുവരെ പുതിയ ആത്മാക്കളെന്ന് നിർത്തിയാക്കരുത് യോഗം. സ്തോത്രം. ഇതുവരെയും പാടിയിട്ട് ഒരു വിടുതലില്ല. എന്നാ പിന്നെ കീറിയേക്കാൻ പറയാം. എന്നാൽ അഭിഷേകത്തിന്റെ പ്രത്യേകത കീറുകല്ല, പാടുക. ഏത് കഷ്ടങ്ങളിലും ഏത് പ്രതികൂലങ്ങളിലും പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. അമാവാസിലും പൗർണമാസിലും കാഹളം മോദിക്കണം. സന്താപത്തിന്റെ സന്തോഷത്തിൽ ദൈവത്തെ സ്തുതിച്ചോണം. ദാവീദിനെ കണ്ടപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞല്ലോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിനും എഴുതിക്കും. ഒരു ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഏത് സന്ദർഭത്തിലും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. 62-ാം സങ്കീർത്തനം 8-ാം വാക്യം മനപ്പാഠമാണ്. ജനമേ എല്ലാ കാലത്തും യഹോവയെ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ
പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്ന സാമാന്യജനം ഒരു ശ്വാസം ശ്രേഷ്ഠജനം പോസ്റ്റ് തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. ശ്വാസത്തെക്കാൾ ലഘുവാകുന്ന പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയ്ക്ക് വൈകി പോരുത്, സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്, ബലം ദൈവത്തൊന്ന് ഒരിക്കൽ അരളി ചെയ്ത് ഞാൻ 2 പ്രാവശ്യം കേട്ടു. അപ്പൊ വിഷയം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ പാടും ഈ നാളിനി മോദാൽ കുഞ്ഞാട്ടിൻ വിലയേറെ രക്തത്താൽ എന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വില സന്ദർഭത്തിലും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ ഇങ്ങനെ ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം, 4-ാം സങ്കീർത്തനം, 2-ാം സങ്കീർത്തനം. ഇതെല്ലാം സന്ദർഭത്തിൽ പാടിയതാണ്. നമ്മള് വിസ്തരിക്കുന്നില്ല. 2:12 വായിച്ചത്. അവൻ കോപിച്ചിട്ട് വടികിലും വെച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അല്പസമയത്ത് ഓർപ്പിച്ചല്ലോ ചിന്താവിഷയം, വടികിലുണ്ടാകുന്ന പോരാട്ടം. വടികിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. ആരോ ഒരിക്കൽ പറഞ്ഞു, നമ്മളെ കളിക്കളത്തിലല്ല നിൽക്കുന്ന, മറിച്ച് പോർക്കളത്തില്ല. എനിക്കും നിങ്ങൾക്കും എതിരെ പൊരുതുവാൻ, പോരാടുവാൻ ഒരദൃശ്യ ശക്തിയുണ്ട്. അതുകൊണ്ട് ദൈവമക്കളായ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. ലാഘവ ബുദ്ധിയോടെ, അനസചിത്തരായിട്ട്, ഉദാസീനതയോടെ, ആലസ്യചിത്തരായിട്ടൊന്നും ജീവിതം നയിക്കരുത്. ഇത് പോരാട്ട ജീവിതമാണ്. എനിക്കും നിങ്ങൾക്കും എതിരെ പൊരുതുവാൻ, പോരാടുവാൻ ഒരദൃശ്യ ശക്തിയുണ്ട്. ഇപ്പൊ ഈ പിശാചല്ലല്ലോ പൊരുതുന്നത്, വ്യക്തികളാണല്ലോ നമുക്കെതിരെ, മനുഷ്യരാ പൊരുത്. പൗലോസ് പറഞ്ഞത് നമുക്ക് പോരാട്ടം ഉള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. ഈ പുതിയ തിയോളജിയന്മാർ പറഞ്ഞ പോരാട്ടമില്ലെന്ന. BTH, BD, MDO, MTH റിസർച്ചും ഒക്കെ കഴിഞ്ഞ് എന്തൊക്കെ സമയം കൊടുത്താൽ അവർ പറയും പോരാട്ടമൊന്നും ഇല്ലെന്ന. അങ്ങനെ പറയുന്നത് തന്നെ ഒരു പോരാട്ടമാണ്. കാരണം 10-14 ലേഖനം എഴുതി 3-ാം സർവ്വത്തുള്ള എടുക്കപ്പെട്ട പൗലോസ് എഫീസ് ലേഖനം 6:12 ഓർപ്പിച്ചല്ലോ പറഞ്ഞത് നമുക്ക് പോരാട്ടമുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോരാട്ടമുണ്ട്. അത് ജഡരക്തത്തോടല്ല. ആരാധിക്കുന്ന ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് പോരാട്ടമുണ്ട്. പണ്ട് പ്രായമുള്ള ഒരു അപ്പനോട് ഒരു യൗവനക്കാരൻ വന്ന് ചോദിച്ചു, അപ്പച്ചാ എത്ര വയസ്സുണ്ട്? 88. എത്ര കൊല്ലമായി പെന്തിക്കോസിലായിട്ട്? 68. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ വരുന്ന പാസ്റ്റർമാരെല്ലാം പറഞ്ഞ പോരാട്ടമുണ്ട്, പോരാട്ടമുണ്ട്, പോരാട്ടമുണ്ടെന്ന്. പ്രവാചകന്മാർ വന്നാൽ പിന്നെ പറയുകയും വേണ്ട, തൊടുന്ന മുഴുവൻ പോരാട്ടം. അപ്പൊ അപ്പച്ചന് ഇപ്പൊ 88 വയസ്സുകൊണ്ട്, 68 വയസ്സ് പഴക്കമുണ്ട്. പെന്തിക്കോസില് പോരാട്ടം ഉണ്ടെന്നുള്ളത് സത്യമാണോ, ശരിയാണോ? അപ്പൊ ഈ പ്രായമുള്ള പിതാവ് ഈ യൗവനക്കാരനോട് തിരിച്ചു മറുപടി പറഞ്ഞു, കുഞ്ഞെ പോരാട്ടമുണ്ട്, സത്യമാണ് പറഞ്ഞു. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ടില്ല. ഉടനെ അവൻ ചോദിച്ചു, അപ്പച്ചന് പോരാട്ടമുണ്ടോ? വയസ്സ് 88 പോരാട്ടമുണ്ടോ എന്ന് ചോദിച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പച്ചനുണ്ടോ? പുള്ളി അല്പം നേരത്തെ മൗനത്തിന് ശേഷം മറുപടി കൊടുത്തു, എനിക്ക് പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. വയസ്സ് 88, 68 കൊല്ലത്തെ പഴക്കവും വിശ്വാസം. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ടില്ല. അവൻ ചോദിച്ചു, അപ്പച്ചന് എപ്പോഴൊക്കെയാ പോരാട്ടം എന്ന് അറിയാനുള്ള തൃഷ്ണ കൊണ്ട് ചോദിച്ചതാ. അപ്പൊ ഈ പ്രായമുള്ള വന്ധ്യനായ പിതാവ് പോരാട്ടം എപ്പോഴൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതിന് അങ്ങോട്ട് മറുപടി കൊടുത്തതിന് പഴയ പാട്ടിന്റെ 2 വരിയ. ആ പാട്ടെടുക്കുന്നത് സിലോൺ പെന്തിക്കോസിൽ ഒരു ഉപദേശി ഉണ്ടായിരുന്ന. അദ്ദേഹം പിന്നെ വേല വിട്ടുപോയി, അവരുടെ പ്രവർത്തനങ്ങൾ വിട്ടുപോയി. PP മാത്യു എന്ന് പറയും, പള്ളിപ്പാട്, വിയവരം പള്ളിപ്പാട്. PP മാത്യു, EV വർഗീസ്, PP മാത്യു, മുട്ടക്കി പറയിച്ച് ആ കാലത്തെ പാട്ടുകാരാ. അപ്പം PP മാത്യു പിന്നെ പാലക്കാട് ഒലവക്കോടൊക്കെ പോയി പാർത്തു. അപ്പൊ PP മാത്യുവിന്റെ ഒരു പഴയ പാട്ടിന് 2 വരി ആൻസറായിട്ട് കൊടുത്തു. പോരാട്ടം എപ്പോഴൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതിന് ആൻസർ കൊടുത്തതാ. പാടാനുള്ള കൃപയൊന്നും. എനിക്ക് സാംസനോട് ഇഷ്ടം പഴയ പാട്ട് പാടും. ഇപ്പോഴത്തെ ഈ കിറുക്ക് പാട്ടൊന്നും അധികം പാടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. ഇപ്പോഴേ വട്ടന്മാരൊത്തിരി ഇറങ്ങിയിട്ടുണ്ട്. എന്തോ വട്ടുപാട്ടാന്നറിയാമോ? അങ്ങനെ അസ്വസ്ഥതയാണ്. വെളിവില്ലാത്തൊരുത്തം പാടി എന്തുവാ
മധ്യാകാശത്തിങ്കൽ. ഇപ്പോൾ നമ്മളെല്ലാം കിടന്നങ്ങനെ കയറ് പറിക്കുക, യാതൊരു ബോധമില്ല. എഴുതിയ പുള്ളിക്ക് ബോധമില്ല, നമുക്ക് പിന്നെ പണ്ടേ ബോധം പോയി കിടക്കില്ല. എന്തോ ഒരു ഉപദേശ പക്ഷക മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലെന്ന്. ഞാൻ വേറെ പുസ്തകം മൊത്തം വായിച്ചു. മധ്യാകാശത്തിൽ മണിപ്പന്തലുമില്ല, ഇട്ടിട്ടുമില്ല, ഇടാൻ പുള്ളിക്ക് താല്പര്യവും ഇല്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ വേറെ പുസ്തകം വായിച്ചപ്പോ കണ്ടു മണിപ്പന്തലുണ്ട്. അത് കർത്താവ് ഇട്ടതല്ലേ, മറ്റേ പുള്ളി ഇട്ടതാ. വായിച്ച ഒരു വാക്യം തെളിവിന് തരാം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യമായിരുന്നു. തെളിയിച്ചങ്ങ് പോയേക്കാം, വാക്യങ്ങൾ ഒത്തിരി തരാം. ഇപ്പൊ തെളിവിന് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം 46-47 ആ ഒടുവിലത്തെ വാക്യം വായിച്ചോ. അതിന്റെ മേലത്തെ വാക്കിനോട് ചേർത്ത് വായിച്ചോ മാമേ. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം പാർസി പ്രഭുവായ എതിർക്രിസ്തുവിന്റെ വിഷയം. ആ അധ്യായത്തിൽ കൊടുത്തത് എതിർക്രിസ്തു, അന്ത്യക്രിസ്തു, ആന്റിക്രൈസ്റ്റ്. അതാ 11-ാം അധ്യായത്തിലെ വിഷയം. അപ്പോൾ അന്ത്യക്രിസ്തുവിനെ പറ്റി, എതിർക്രിസ്തുവിനെ പറ്റി പറഞ്ഞു വന്ന ഒടുവിൽ പറയാണ്. ആ ഒന്നുകൂടെ വായിച്ചേ. നശിപ്പിച്ച് വരുത്തേണ്ടതിന് അടുത്ത പദം, പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ. അപ്പൊ ആരിടുന്നതാ? എതിർക്രിസ്തുവിന്റെ ആ മണിപ്പന്തല്. വേറെ മാറ്റമുണ്ട്, ഇപ്പൊ എത്ര അറിഞ്ഞാൽ മതി. അങ്ങനെ എല്ലാം ചൊളിവ് കേൾക്കണ്ട, അത് വേണ്ട, അതൊക്കെ വേറെ മനസ്സിരിക്കണം. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഉറക്കം വെച്ചിട്ട് വേറെ ഉത്തം വായിച്ചാൽ അങ്ങനെ എല്ലാം അങ്ങനെ നോട്ട് ചെയ്ത് പമ്പീരി തോത്രം പോലും പറയാതെ കുറിച്ചെടുക്കുന്നത്. അത് വേറെ, ബാക്കി എനിക്ക് അടുത്ത കാലത്ത് പ്രസംഗിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പഴയ പാട്ടുകൾ പാടിയാത്ത ഇപ്പൊ തന്നെ സാംസങ് കുറെ പഴയ പാട്ട് എന്തോ കേൾക്കപ്പോ തന്നെ നമുക്കൊരു ഇനി പ്രസംഗിച്ചില്ലേലും കുഴപ്പമില്ല, കണ്ടുശരി പാടിയാൽ മതിയല്ലോ, എന്തോ ഒരു ആത്മചൈതന്യമില്ല. പ്രൈസ് അന്നാരാ എന്നെ എതിർക്കുന്ന എന്റെ വീട്ടിലാകാരം അതിനെ കാണുമ്പോൾ പറയാം പറയായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പോരാട്ടം എപ്പോഴൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതിന് ആൻസർ കൊടുത്തത് PP മാത്യു എഴുതിയ പാട്ടിന്റെ 2 വരിക. ആ പാട്ടിന്റെ വരി ഇങ്ങനെ: ഈ ലോകയാത്രയിൽ എനിക്കെപ്പോഴും പോരാട്ടമേ, ഈ ലോകയാത്രയിൽ എനിക്കെപ്പോഴും പോരാട്ടമേ, ഭൂവിൽ ജയം പ്രാപിച്ചോർക്ക് നിത്യമഹിമയേ, ഭൂവിൽ ജയം ഹായന്താനന്ദം ഹായന്തു മോദമേ, ഹായന്താനന്ദം ഹായന്തു മോദമേ. ആമേൻ. ദൂതഗണത്തിൻ നടുവിൽ ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ, ദൈവദൂതഗണത്തിൻ മണ്ണാകും ഈ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകും ഈ ശരീരം മണ്ണോടു. അവൻ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ, ദൈവ കാഹളം അവൻ വിശുദ്ധരെല്ലാരും തേജസ്സിലെപ്പോഴും, വിശുദ്ധരെല്ലാരും തേജസ്സിലെപ്പോഴും കർത്തൻ തന്റെ സന്നിധിയിൽ എന്നും മോദിക്കും. കർത്തൻ തന്റെ ഈ ലോകയാത്രയിൽ എനിക്കെപ്പോഴും പോരാട്ടമേ, ഈ ലോകയാത്രയിൽ എനിക്കെപ്പോഴും. അപ്പോൾ PP മാത്യു തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പാടുകയാണ് ഈ ലോകയാത്രയിൽ തനിക്ക് എപ്പോഴും പോരാട്ടം. അപ്പോൾ ആരാധിക്കുന്ന ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് പോരാട്ടം ഉണ്ട്. ഇനി ഈ പോരാട്ടം തേടി ദൂരെയൊന്നും പോകണ്ട, നമ്മൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ പോരാട്ടമുണ്ട്. ഉദാഹരണം, ഭാര്യ രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട ഭാര്യയ്ക്ക് രക്ഷിക്കപ്പെടാത്ത ഭർത്താവിൽ നിന്ന് പോരാട്ടം ഉണ്ടാകും. രക്ഷിക്കപ്പെട്ട ഭർത്താവിൽ നിന്നുണ്ടല്ലോ, പിന്നെ ആരും വേണ്ടുന്നില്ലല്ലേ, മേലോട്ട് നോക്കിയിരിക്കാതെ രക്ഷിക്കപ്പെടാത്തതെന്നാ പറയാൻ. അപ്പൊ ഭാര്യ രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഭാര്യയ്ക്ക് രക്ഷിക്കപ്പെടാത്ത ഭർത്താവിൽ നിന്ന് പോരാട്ടങ്ങൾ ഉണ്ടാകാം, മറിച്ചുകൊണ്ടാകാം. ഇപ്പൊ തലയെ തുണിയിട്ട് ഗ്ലോറി വിറ്ററി എന്നൊക്കെ പറഞ്ഞു കുഞ്ഞമ്മ തലയാട്ടുക, നല്ല പോരാട്ടം ഉണ്ടാകും ചില സന്ദർഭത്തിൽ. ചെറിയ ഉദാഹരണം,
നിങ്ങളുടെ അമ്മയോ പെങ്ങന്മാരോ നിങ്ങളുടെ വീട്ടിൽ വന്ന് 10 ദിവസം അടുപ്പിച്ച് നിന്നേച്ച് അവരെ നിങ്ങൾ നന്നായിട്ട് ട്രീറ്റ്മെന്റൊക്കെ ചെയ്ത് നാട്ടിലെ രീതി വെച്ചാ വണ്ടിയൊക്കെ കയറ്റി വിട്ടേച്ച് വീട്ടിലോട്ട് വരുമ്പം അന്നാമ്മ ഗേറ്റ് ഈ ഗ്രില്ലെ പിടിച്ചുകൊണ്ട് നിൽക്കും. എവിടെ കൊണ്ടാ വിട്ടത്? നമ്മൾ പറഞ്ഞില്ല, ബസ് സ്റ്റോപ്പിൽ കൊണ്ട്. ഏത് സ്റ്റോപ്പ്? നമ്മുടെ അവിടെ. അതോ അങ്ങ് ടൗണിൽ കൊണ്ട് വിട്ടോ? ആ ടൗണിൽ കൊണ്ട് വിട്ടടി. ഇതോ കൊടുത്തു. ഇവിടെ ഇച്ചിരി സാധനം കൊച്ചമ്മയ്ക്ക് മൂത്ത പെങ്ങളിലേക്ക് വെച്ചിട്ട് സാധനമൊക്കെ കൊടുത്തു. വേറെ വല്ലതും മേടിച്ചോ? കടയിൽ നിന്ന് വെച്ചിട്ട് സാധനമൊക്കെ മേടിച്ചു. എനിക്കറിയാം നിങ്ങളതൊക്കെ. തുണി വല്ലതും കൊടുത്തോ? കൊച്ചമ്മയ്ക്ക് ഒരു സാരി മേടിച്ചു കൊടുത്ത് ആലിക്കാശ് കയറി സാരി. കാശ് വല്ലതും കൊടുത്തോ? ഇച്ചിരി കാശ് കൂടെ പാവ ജോലി കൈ വെച്ച്. നിങ്ങളുടെ കാശില്ലായിരുന്നില്ല, കാരണം കാശില്ല അമ്മയുടെ കയ്യിൽ. ചില സഹോദരന്മാർ പറയട്ടെ, മോളി 2 രൂപ തരണം. നീ എന്തിനിങ്ങനെ ജീവിക്കണം? നീ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ രാവിലെ കാപ്പിക്കകത്ത് എലിവിഷം കലക്കി അങ്ങ് ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന്. അതാ വിൽക്കുന്നത്. നിങ്ങളുടെ കാശൊന്നും ഇല്ലായിരുന്നല്ലോ. എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ കടക്കാരൻ തമ്പിയോട് മേടിച്ച് കൊടുത്തു. എന്നിട്ട് എന്തോ പറഞ്ഞു പോയി. ഒത്തന്നെ കൊച്ചമ്മ അടുത്ത മാസം ഒന്നും കൂടെ എന്ന് പറഞ്ഞേ പോരാട്ടം ഉണ്ടായില്ലോ എന്ന് ഞാൻ പറയാം. ഇപ്പൊ ഇങ്ങനെ തലയത്തുകൊണ്ട് ക്ലോണി കാൽവരി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വീശുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ തിരിമാറും. അപ്പൊ പോരാട്ടം തേടി ദൂരെ പോകേണ്ട ആയിരിക്കുന്ന മണ്ഡലത്തിൽ പോരാട്ടമുണ്ട്. ഇനി ഉദാഹരണം, മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടു, മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് രക്ഷിക്കപ്പെടാത്ത തലമുറയിൽ നിന്ന് പോരാട്ടം ഉണ്ടാകും. ഇനി സഭ ശുശ്രൂഷകനും ഏതാനും ചിലരും നീതിക്കും വിശുദ്ധിക്കും നിൽക്കുന്നു. സഭയിൽ വേറൊരു വിഭാഗം ഇതിനെതിർ ഘടകമെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നീതിക്കും വിശുദ്ധിക്കും നിൽക്കുന്ന ശുശ്രൂഷകനും വിശ്വാസികൾക്ക് എന്റെ ഭാഷയെ പറഞ്ഞ എല്ലാ സഭായോഗത്തിലും പോരാട്ടം ഉണ്ടാകും. എങ്ങനെയാന്ന് ചോദിച്ചാൽ പാട്ടിക്കൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രബോധനത്തിൽ കൂടെയൊക്കെ പോരാട്ടം വരും. ഇനി ജോലി സ്ഥലം എടുത്ത് ഔദ്യോഗിക മണ്ഡലം, മേലുദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി, കീഴുദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി, ഇടയ്ക്ക് നിൽക്കുന്ന നീ കൈക്കൂലി വാങ്ങുക വിശുദ്ധനാണെന്ന് കരുതുക. അങ്ങനെയൊക്കെ നിനക്ക് മേലേന്നും കീഴേന്നും പോരാട്ടം വരും. അപ്പൊ പോരാട്ടം തേടി ആരും ദൂരെ പോകണ്ട. നാം ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ പോരാട്ടമുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. നമ്മുടെ വിഷയം വഴിയിലുണ്ടാകുന്ന പോരാട്ടം. നമ്മളെല്ലാം വഴിയാത്രക്കാരാണ്, യാത്രക്കാരാണ്. നമ്മുടെ കർത്താവാകുന്ന ഈശോ മിശിഹ ഒരിക്കൽ 2 വഴിയെ പറ്റി പറഞ്ഞു. ഒന്ന്, നാശത്തിലേക്കുള്ള വീതിയുള്ള വിശാലമായ പെരുവഴി, അനേകര വഴിയെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ വഴിയെ പറ്റി മിശിഹ നമ്പുരാൻ പറഞ്ഞത് നിത്യജീവനിലേക്കുള്ള വഴി. അത് ഇടുക്കമാണ്, ഞെരുക്കമാണ്, പോകുന്നവർ വളരെ ചുരുക്കം. 2 വഴി ആ കർത്താവ് പഠിപ്പിച്ചു. ഒന്ന് നാശവഴി, 2 നിത്യജീവന്റെ വഴി. പ്രിയരെ, നാം എല്ലാം നിത്യജീവന്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. പാപത്തിന്റെ പടുകുടികളിൽ നിന്ന്, പിശാചിന്റെ പിടികളിൽ നിന്ന് കാലാകാലങ്ങളിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് ആ നാശവഴികളിൽ നിന്ന് യേശു മുഖാന്തര ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് നിത്യജീവന്റെ വഴിയിൽ കൂടെ നമ്മളെല്ലാം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ വഴിയാത്രയിൽ ശക്തമായ പോരാട്ടമാണ്. നമ്മളെല്ലാം യാത്രക്കാരാ. ക്രിസ്തീയ ഗീതത്തിൽ ക്രിസ്തീയ ഗാനരചയിതാക്കൾ പലരും പാടി ഓർപ്പിച്ച് നമ്മെ ഉണർത്തുന്നത് നമ്മൾ യാത്രക്കാരാന്ന. സ്തോത്രം. കുമ്പനാട് കുടുംബത്തിൽ ഏകയായിട്ട് വിശ്വാസി വന്ന അന്നമ്മമാവൻ 190 കൊല്ലം മുമ്പ് പാട്ടെഴുതി അവൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി. പാട്ടിന്റെ അർത്ഥം നമ്മൾ യാത്രക്കാരാണ്. ലോകമാ ഗംഭീര വാനിനെ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാ. അപ്പോൾ നമ്മുടെ യാത്രയിൽ പോരാട്ടങ്ങൾ നമ്മൾ യാത്രക്കാരാണ്. എം വി ചെറിയാച്ചൻ മധുരയുടെ മധുരഗായകനാകുന്നത് എം വി ചെറിയാച്ചൻ പണ്ട് പാടിയല്ലോ, മോക്ഷയാത്രയാണിത് ഞാൻ പാടാൻ നേരമില്ല. അപ്പം എം വി ചെറിയാച്ചൻ പറഞ്ഞിരിക്കും നമ്മൾ യാത്രക്കാരാ. ചാൾസ് ജോൺ ആണോ എന്ന് എനിക്ക് തിട്ടമില്ലെങ്കിൽ നല്ല പാട്ടാ. ആ പാട്ടിന്റെ വരി ഇങ്ങനെ, ജീവിത യാത്രക്കാരാ കാലടികൾ എങ്ങോട്ടാ. അപ്പൊ ഈ പാട്ടുകാരെല്ലാം പാടി ഓർപ്പിച്ച് അരക്കി തുറപ്പിക്കുന്നത് നമ്മൾ യാത്രക്കാരാ. ഞാന് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കാര്യം ചിലർക്കറിയാം. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അതൊന്നും പറയാൻ ഇപ്പൊ നേരമില്ല, ഇന്നാണ് ഞാൻ പറഞ്ഞതാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട അപ്പൊ അമ്പലത്തിൽ പോയ കാലത്ത് നാമം ജപിക്കും. അപ്പോൾ രാമായണമൊക്കെ വായിക്കും. അതിനകത്തൊരു ഭാഗമുണ്ട് യാത്രക്കാരാ. പോട്ടെ. അപ്പോൾ ഈ യാത്രയിൽ, വഴിയാത്രയിൽ എനിക്ക് നിങ്ങൾക്കും എതിരെ ശക്തമായ പോരാട്ടമുണ്ട്. അതുകൊണ്ട് അല്പസമയത്തെ ചിന്താവിഷയം വഴിയിലുണ്ടാകുന്ന പോരാട്ടം ശ്രദ്ധിക്കുക. നമ്മുടെ പിതാക്കന്മാരാകുന്ന ഇസ്രായേൽ മക്കൾ മുഴുവൻ 40 വർഷം യാത്ര ചെയ്തതിന് ശേഷമാണ് വാഗ്ദത്ത കനാനിൽ എത്തിയത്. എണ്ണപ്പെട്ടവര് ചിലര്.
അപ്പോൾ പുതിയ നിയമ ഇസ്രായേലാകുന്ന നാമം സ്വർഗീയ കനാന് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയരേ, നമ്മുടെ യാത്രയിൽ ശക്തമായ പോരാട്ടമുണ്ട്. ശാന്തമായിട്ട് വചനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. വഴിയിലുണ്ടാകുന്ന പോരാട്ടം. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള പ്രയാണ വേളയിൽ ഇവരെ തകർത്ത് കളയുവാൻ അനവധി പോരാട്ടങ്ങൾ യാത്രയിൽ വന്നു. ഒരു വാക്യം വായിച്ചേ. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ആവർത്തന പുസ്തകം 25:17. ചടികടാന്ന് വായിക്കണം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തായി ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ച് തളർന്ന് വിരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെ സംഹരിച്ച് കളഞ്ഞ കാര്യം തന്നെ ഓർക്കണം, മറക്കരുതെന്ന്. അപ്പൊ ആവർത്തന പുസ്തകം 25-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം ആവർത്തനത്തിൽ ഓർപ്പിച്ചുണർത്തുകയാണ്. അല്ലയോ ഇസ്രായേലേ, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച്, നമ്മുടെ വിഷയം വഴിയിലെ പോരാട്ടമാണ്, വഴിയിൽ വെച്ച് അമാലിലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തായി ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. നീ ക്ഷീണിച്ചും തളർന്നു വിരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെ സംഭരിച്ച് കളഞ്ഞ കാര്യം മറക്കരുതെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ കനാലിലേക്കുള്ള പ്രയാണ വേളയിൽ ഇവരെ തകർത്ത് കളയുവാൻ കടന്നു വന്ന പ്രഥമ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഞാൻ വിസ്തരിച്ച് പ്രസംഗിക്കുന്നില്ല. ആ കവിവാചകം പോലെ പോയിട്ട് പറഞ്ഞ് 9:30 വരെ എന്നോട് സമയം പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകം നിർത്താനും ഞാൻ ശരണപ്പെടുക. 9:30 അപ്പുറം പോകുക, ഒട്ടും പോകുക. ഇനി അങ്ങോട്ട് നോക്കിയിരിക്കേണ്ടൊക്കെ എനിക്ക് നല്ല സുബോധമുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ന് രാത്രി ഞാൻ ഇവിടെ തന്നെ വന്നേ. അപ്പൊ നിങ്ങളല്ലേ എന്നെ നോക്കിയിരുന്നാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രയിൽ ഇവർക്ക് വിരുദ്ധമായി വന്ന പ്രഥമ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഇനി ആരാണ് ഈ അമാലേക്ക്? വായിച്ച ആവർത്തന ഉൽപ്പത്തി പുസ്തകം 36:12 ബൈബിൾ ക്ലാസ് പോലെ, അതുകൊണ്ട് എഴുതുന്നവർക്ക് നോട്ട് ചെയ്ത് പഠിക്കുകയും കൂടെ ചെയ്യാം. ആരാണ് ഈ അമാലേക്ക്? ഉൽപ്പത്തി 36:12 വായിച്ചു. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നവൾ എലീഫാസിനെ അമാലേക്കിനെ പ്രസവിച്ചെന്നാ വായില്ലേ? അല്ലെന്ന് അത് വായിച്ചോളാം. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു അവൾ എലീഫാസിന്. അപ്പൊ ആരാണ് ഈ അമാലേക്ക് എന്ന് ചോദിച്ചാൽ ഏശാവിന്റെ കൊച്ചുമകൻ, ഏശാവിന്റെ മകനാകുന്ന എലീഫസിന് തന്റെ വെപ്പാട്ടിയാകുന്ന തിമ്നയിൽ നിന്ന് ജനിച്ച സംഗതിയാണ് അമാലേക്ക്. അപ്പോൾ അമാലേക്കിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് വാഗ്ദത്ത പ്രകാരം ജനിച്ചതല്ല, ജഡപ്രകാരം ജനിച്ചതാണ്. അപ്പോൾ അമാലേക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമല്ല, ജഡമാണ്. അമാലേക്കിന്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പോരാട്ടമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള പ്രയാണ വേളയിൽ എതിർത്തു വന്ന പ്രഥമ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഇസ്രായേൽ ആരാ? എല്ലാം രക്ഷിക്കപ്പെട്ടതാണ്. വ്യാഖ്യാനിക്കുമ്പോൾ ആദിമമാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതും ആണുമായ ആട്ടുംകുട്ടിയെ അറത്ത് അതിന്റെ രക്ത കിണ്ണത്തിലെടുത്ത് ഈസോപ്പ് ചെടിയുടെ കെട്ടിടത്തിൽ കിണ്ണത്തിൽ മുക്കി കട്ടളക്കാർ 2-ലും കുറുമടി ഒരു പുരട്ടി കാല് ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറക്കി കുഞ്ഞാടനെ തികച്ചുട്ട് കയ്പ് ചീനികൂടെ ഇവര് ഭക്ഷിച്ചതാ. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് ആ വാക്യം പറഞ്ഞു, നമ്മുടെ പസക കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അങ്ങനെയെങ്കിൽ മിസ്രയീം ദേശത്ത് ആബീബ് മാസം 14-ാം തീയതി അറക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് നിഴലാണ്. അങ്ങനെയെങ്കിൽ ഒറ്റ വാക്ക് പറയാ, ഇസ്രായേലെല്ലാം രക്ഷിക്കപ്പെട്ടവരാ. ഇന്ന് രാത്രി പറയാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിത്യത പോകണമെങ്കിൽ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയണം. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടും. അപ്പൊ അതിനൊറ്റ മാർഗം, 5 പൈസ കൊടുക്കണ്ട, അരമൈൽ നടക്കണ്ട, യേശുവിന് ഹൃദയം കൊടുത്താൽ മതി. പൈസ കൊടുക്കണ്ട, എണ്ണ കൊടുക്കണ്ട, തിരി കൊടുക്കണ്ട, മെഴുകുതിരി കൊടുക്കണ്ട, പൂവൻകോഴിയെ കൊടുക്കണ്ട, 10 എഴുതി കൊടുക്കണ്ട, ഹോത്രകാഴ്ച ഒന്നും അതൊക്കെ ആവശ്യമാ. എങ്കിൽ അതൊന്നും ചെയ്യണ്ട. രക്ഷിക്കപ്പെടാൻ ഹൃദയം കർത്താവിന് കൊടുക്കണ്ട. ഞാൻ എപ്പോഴും പറയാം, കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട, എഴുന്നേറ്റ് നിൽക്കണ്ട, അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ ഹൃദയം കൊടുത്താൽ മതി. യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിൽ അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപം പരിഹരിക്കണം, എന്നെ രക്ഷിക്കണമെന്ന് ആര് എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു, അവരെ രക്ഷിക്കുവാൻ ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒറ്റവാക്കി പറഞ്ഞ ഇസ്രായേലെല്ലാം രക്ഷിക്കപ്പെട്ടു. 2, ഇവരെല്ലാം ചെങ്കടല് കിടന്ന ദൈവമക്കളാണ്. ചെങ്കടൽ എന്നുള്ളത് കുരുദ്യാലേഖനോ റോമാലേഖനോ പത്രോസിന്റെ ലേഖനോ ചേർത്തിട്ട് പഠിച്ചാൽ ചെങ്കടൽ സ്നാനത്തിനൊരു മുൻകുറിയാണ്. അങ്ങനെയെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. ഈ ചിലർ രക്ഷിക്കപ്പെട്ട് ഇപ്പോഴും പള്ളിയിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ ചോദിക്കും, അമ്മാമിങ്ങോട്ട് വരുന്നില്ല, അല്ലെ കുറച്ച് നാളോട് വന്ന് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട് ഇപ്പോഴും ഇല്ല, പള്ളി തന്നെ അന്നേരം പോകുന്നത്. ആ പള്ളിയിൽ പോകുന്നെങ്കിലും അതിന് പിന്നെ വരാത്തിനോട്ട് വിട്ടുപോരാതെ അത് അവിടെ നിന്ന് കുറേ പേരെയും കൂടെ നീയും ശരിയാകുകയില്ല, അവരും ശരിയാകുകയില്ല. അത് കവി പണ്ട് പറഞ്ഞായിരുന്നല്ലോ, വളക്കുടിക്കകത്തിരുന്നു മണത്തിനായി വർത്തി കൊളുത്തിടുന്നു, വേഗുന്ന വീടിനകമേയിരുന്നു വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. അർത്ഥം,
വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. വളക്കുടി ഇപ്പൊ നിങ്ങളെല്ലാം കേരളത്തിൽ നിന്ന് വന്നവരാണല്ലോ. അപ്പൊ ഒരു 10-60 കൊല്ലം മുമ്പ് കേരളത്തിലെ കൾച്ചറൊക്കെ പലയിടത്തും പഠിച്ചാല് ഇന്നത്തെ പോലെ സെപ്റ്റി ടാങ്ക് ഒന്നുമില്ല, ഇന്നത്തെ പോലെ ടോയ്ലറ്റുകളില്ല. പുരകിടമുള്ള ആൾക്കാർക്ക് പുരകിടത്തിന്റെ ഏതെങ്കിലും ഒരു കോണിക്ക് ഒരു ചെറിയ കുടി കിടക്കും. അതിന് വളക്കുടി എന്നാ പറയുന്നത്. ഓല കൊണ്ടെല്ലാം മറച്ച് 2 പാലത്തടിയൊക്കെ ഇട്ട് ചിരിയൊക്കെ വരുന്നു. അപ്പൊ പാലത്തടിയൊക്കെ ഇട്ട് മറച്ച് അതിരാവിലെ ഈ വിധ കാര്യങ്ങൾക്ക് അങ്ങോട്ട് ആ ഭാഗത്തോട്ട് പോകാം. ഉച്ഛിഷ്ടം അമേധ്യം വിസർജ്യ വസ്തുക്കൾ അവിടെ വിക്ഷേപിക്കും. അപ്പോൾ ആ ഭാഗത്ത് ദുർഗന്ധം കയറും, ഇതിനെ അങ്ങോട്ട് പോകാറുള്ളൂ. അപ്പൊ അതിന് വളക്കുടി എന്നാ പറയുന്നത്. അപ്പൊ കവിയുടെ ഭാവനയാ വളക്കുടിക്കകത്തിരുന്നു മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. അപ്പൊ ഒരു വിദ്വാൻ ആ കുടിക്കകത്ത് പോയിരുന്നേച്ച് മണത്തിന് വർത്തി ചന്ദനത്തിന് കത്തിക്കുക, മണം മാറാൻ. കുഞ്ഞു ഞാൻ കയ്യിൽ എന്തുവാ, അത് ചന്ദനത്തിന് എന്തുവാ സ്മെല്ല്, മണം മാറാം. ഇരിക്കുന്ന എവിടാ, വളക്കുടിക്കകത്ത്. ആ വളക്കുടിക്കകത്തിന് തിരികത്തിച്ച് നിന്റെ ഊപ്പാട് വരാമെന്നല്ലാതെ മണമൊന്നും മാറുകയില്ല. മെഴുകുതിരി കത്തിച്ച് എണ്ണ കൊടുത്ത് തിരികത്തിച്ച് നിന്റെ ഊപ്പാട് വരാമെന്നല്ലാതെ മണം മാറുകയില്ല. മണം മാറാൻ ഒറ്റപ്പൊമ്പിടി തിരികെടുത്തി വെച്ച് ചാടി കലക്ക് കയറി എന്റെ ഭാഷ പറഞ്ഞ ആറ്റിപ്പോയി ഒലച്ച് പിടിക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കുളിച്ച് ആ ലൈബോയ് സോപ്പും ഒക്കെ ഇട്ട് പണ്ടത്തെ രീതി അനുസരിച്ച് കുട്ടിക്കൂറ പൗഡറും ഒക്കെ ഇട്ടൊന്ന് പൂജിയാൽ ഏതാണ്ട് ഒരു പരുവത്തിന് അങ്ങനെ വരുമോ? പൗലോസ് പറഞ്ഞില്ലേ എബ്രായർക്ക് ഏകദേശം ശുദ്ധീകരണം വന്നെന്ന്. വലത്തെ കാലിന്റെ വരുവല്, വലത്തെ കൈയുടെ വരുവല്, വലത്തെ ചെവി, ശുദ്ധീകരണം പുരോഗതിനെ വേർതിരിക്കാൻ. 2 ആട്ടുകുടിനെ കൊണ്ടുവന്ന് ഒന്നിനെ അറുത്തതിന് രക്തമെടുത്ത് വലത്തെ കാലിന്റെ വരുവല്, വലത്തെ കൈയുടെ വരുവല്, വലത്തെ ചെവി, ഇതെല്ലാം വെച്ച് എന്ത് മെനക്കെട്ടാ ശുദ്ധീകരണമാണ്. ഇതെല്ലാം ചെയ്ത് എബ്രായത്തിൽ വായിക്കുന്ന ഏകദേശം ശുദ്ധീകരണം വന്നു. അപ്പൊ ഒരു വിദ്വാൻ അതിനകത്തിരുന്ന് തിരികത്തിക്കുക, മണം മാറാൻ. അതിനകത്തിരുന്ന് കത്തിച്ചാലൊന്നും മണം മാറുകയല്ല, കുടിയിൽ നിന്നെഴുന്നേറ്റ് ഓടണം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട പള്ളിയിൽ തന്നെ നിന്നാലൊന്നും ഗുണമാകുകയല്ല. അവരും കൊടിയും നീയും കൊടിയും പള്ളി വിട്ട ചിന്തരാത്രത്തെ വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്നു. വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. അടുത്ത പദം വേഗുന്ന വീടിനകമേയിരുന്നു വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. ഒരു മൂടൻ പെരയ്ക്ക് തീ പിടിച്ചപ്പം മുറിക്കാതിരുന്ന് പാള കൊണ്ട് വീശുക. എന്തോ പറ്റി, ഭയങ്കര ചൂടാണ്, പെര കത്തി താഴോട്ട് വീടാൻ പോവുക. എടാ കത്തി വീടിന്റെ പെരേണ്ടൊക്കെ തരുന്ന നീ ഒട്ടപ്പാള കെട്ടി വീശിയാവല്ലോ, ചൂട് മാറുന്നു. എന്റെ ഭാഷ പറഞ്ഞാൽ മുണ്ട് മടക്കി കുത്തി ഓടിക്കണം തീ പിടിക്കാത്ത പെരയ്ക്കകത്തോട്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറയും, രക്ഷിക്കപ്പെട്ട അവിടെ തന്നെ നിൽക്കരുത്, നീ അവിടെ വിട്ടുപോരണം. അപ്പൊ ഇസ്രായേൽ രക്ഷിക്കപ്പെട്ട് മിസ്രൈമിൽ നിന്നില്ല, അവരെല്ലാം യാത്ര ചെങ്കടൽ കടന്നു. വിസ്തരിക്കാൻ നേരമല്ലോ ചെങ്കടലുള്ളത് സ്നാനത്തിന് മുമ്പ് എല്ലാവരും സ്നാനപ്പെട്ടു. അപ്പൊ സ്നാനപ്പെട്ട് മറകര കയറിയപ്പോൾ പോരാട്ടം തീരുകല്ല, പോരാട്ടം തുടങ്ങുക. നമ്മൾ ഈ സമുദായക്കാരോടൊക്കെ ബോധമില്ലാത്തവർ പറയും, അമ്മാമ്മ അങ്ങ് മുങ്ങിയാ മതി, എല്ലാ പോരാട്ടവും മാറും. അവര് മുങ്ങും, അന്ന് മുതൽ പ്രശ്നമാണ്. അവര് പറയും, മോള് പറഞ്ഞിട്ടാ ഞാൻ മുങ്ങിയത്, അന്ന് മുതൽ പ്രശ്നമാ, മേലി കോടുമായിട്ട് ഇങ്ങോട്ട് ഉണ്ടോ, വല്ല കാര്യമുള്ളതാണ്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പോരാട്ടം തീരുകയല്ല, പോരാട്ടം തുടങ്ങുക. പക്ഷേ അതിന്റെ നടുവിൽ ദൈവം നിനക്ക് ജയം നൽകും. ഈ പോരാട്ടങ്ങളെ തരണം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ, അതിനെ വിജയമെടുക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറകര കയറിയപ്പോൾ അവർക്ക് വിരുദ്ധമായി വന്ന പ്രഥമ പോരാട്ടമാണ് അമാല്യക്കിന്റെ പോരാട്ടം. ആരാണ് ഈ അമാല്യക്ക്? ജഡത്തെ കാണിക്കുന്നത്. ഉൽപ്പത്തി 36:12 തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടി എന്നവൾ എലീഫാസിന് അമാല്യക്കിനെ പ്രസവിച്ചു. അപ്പോൾ അമാല്യക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത പ്രകാരം ജനിച്ചതല്ല, ജഡപ്രകാരം ജനിച്ചതാ. അപ്പോൾ അമാല്യക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമല്ല, ജഡമാ. അങ്ങനെയെങ്കിൽ അമാല്യക്കിന്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പോരാട്ടമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിൽക്കുന്ന സകല വിശുദ്ധന്മാർക്കുമുള്ള പോരാട്ടമാണ് ജഡത്തിന്റെ പോരാട്ടം. പക്ഷെ നമ്മൾ ബന്ധുക്കൂസുകാർ അതിന് വലിയ വില കൊടുക്കുക. നമ്മുടെ വണ്ടിയോട് പോരാട്ടം, വസ്തുവിന്മേൽ പോരാട്ടം, തലമുറയോട് അതില്ലെന്നല്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നും പോരാട്ടമല്ല. ചില പറയാറുണ്ട് വണ്ടിയോട് പോരാട്ടം. എന്റെ ഭാഷ പറഞ്ഞ് നമ്മൾ ഈ പോരാട്ടം എന്ന് പറയുന്നതൊന്നും പോരാട്ടമല്ല. നമ്മുടെ അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും നിഷ്ഠയില്ലായ്മ കൊണ്ട് ചിട്ടയില്ലായ്മ കൊണ്ടും വരുന്നതാണ്, അതൊന്നും പോരാട്ടമല്ല. ചില പറയാം വണ്ടിയോട് പോരാട്ടം. വണ്ടിക്ക് എന്നാ പോരാട്ടം? വണ്ടിയുടെ 4 വീല് ശരിയാക്കിയ കമ്പനി ഇറക്കി വിട്ടേക്കുന്ന എല്ലാ പാർട്സും ഉണ്ട്, വണ്ടിക്ക് എന്നാ പോരാട്ടം? പിന്നെ വണ്ടിയുടെ പോരാട്ടം മാറുന്ന മാർഗം 1-2 ഞാൻ പറയാം. 1, വണ്ടി ഓടിക്കാൻ പഠിക്കണം. 2, ലൈസൻസ് ഉണ്ടായിരിക്കണം. 3, വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാം കറക്റ്റ് ആക്കണം. നാട്ടിലെ രീതി വെച്ച് CC അടയ്ക്കാന്ന് കറക്റ്റ് സമയം കൊണ്ട് CC അടയ്ക്കണം. 5, നിയമങ്ങളെല്ലാം കർക്കശമായിട്ട് പാലിക്കണം. 6, വണ്ടിയെ കയറിയ ഉടനെ വിടരുത്, ഇതിന്റെ ലൈറ്റ് ഉണ്ടോ ബ്രേക്ക് ഉണ്ടോ എല്ലാം പരിശോധിക്കണം. 8, പെട്രോൾ ഒഴിക്കണം. ഇതെല്ലാം ചെയ്തേച്ച പ്രാർത്ഥിച്ച് നിയമപ്രകാരം സൂക്ഷിച്ചു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പല പോരാട്ടവും മാറും. വണ്ടി ഓടിക്കാൻ അറിയാൻ അറിയാൻ വല്ല ബ്രേക്കുമില്ല, വണ്ടി ലോറി ഇടിക്കരുത്. എന്താ പറയാ, പോരാട്ടമല്ല, നിന്റെ വിവരക്കേട് കൊണ്ട് വന്നതാ, അതല്ല പോരാട്ടം.
പോരാട്ടം ഇല്ലെന്നല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല പോരാട്ടം. ഓടിച്ച് പറയാം, അവൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾക്കുള്ള പ്രഥമ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം, ജഡത്തിന്റെ പോരാട്ടം. അതെ, ഈ ജഡത്തിന്റെ പോരാട്ടം എന്ന് വരെയുണ്ട്. ഒരു വാക്യം വായിച്ചേ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യം. എന്ന് വരെയുണ്ട് ഈ പോരാട്ടം. പുറപ്പാട് 17-16. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി. അപ്പൊ തലമുറ തലമുറയായിട്ട് യുദ്ധമുണ്ടെന്നാ അവിടെ ഒരു പദം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കും. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായിട്ട് യുദ്ധം. യഹോവയ്ക്ക് യുദ്ധമുണ്ടെന്നാ തലമുറ തലമുറ. അപ്പൊ അമാലേക്കിന്റെ പോരാട്ടം എന്ന് വരെയുണ്ടെന്ന് ചോദിച്ചാൽ തലമുറ തലമുറയായിട്ട് യുദ്ധം. അപ്പൊ ഒരു ചിന്ത, യഹോവയ്ക്ക് യുദ്ധമുണ്ടെന്നാ. യഹോവയ്ക്ക് യുദ്ധമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പണ്ട് നമ്മുടെ പീനീശോയിൽ പറയുകയാണെന്ന് ഗുരുദേവർക്ക് ലേഖനം എഴുതിയതിന് ഓഴച്ചേരിക്കാരൻ എന്നാണ്. യഹോവയ്ക്ക് യുദ്ധമുണ്ടെന്നാ. യഹോവയ്ക്ക് യുദ്ധമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കെന്താ പറയാം? യഹോവയ്ക്ക് യുദ്ധമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് യുദ്ധമുണ്ടെന്നാ. തെളിവ് വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. ദാവീദ് തന്റെ കഷ്ടകാലത്ത് ഈ ഭക്ഷണവും പാനീയങ്ങളൊക്കെ തീർന്നു പോയിട്ട് മരുഭൂമിയിൽ, പാറാ മരുഭൂമി, ഗതിയിലെ അതുല്യാമിലയൊക്കെ ഇങ്ങനെ അലഞ്ഞു നടന്നു. ഒരിക്കൽ ഭക്ഷണ പദാർത്ഥമെല്ലാം തീർന്നപ്പോൾ ദാവീദ് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, ഇവിടെ അടുത്ത് എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അവൻ്റെ ഇടയ്ക്ക് ചെന്ന് പറയണം ദാവീദ് അയച്ചത് ഭക്ഷണം തരാൻ പറയണം. ഭൃത്യന്മാർ അവിടെ ചെന്ന് കർമ്മേലിൽ ഒരു മിടുക്കന അവിടെ ചെന്ന് പറഞ്ഞു, ദാവീദ് ഞങ്ങളെ അയച്ചതാ, ഭക്ഷണമൊക്കെ തരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഏത് ദാവീദ്, ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കി. അവർ വന്ന് തിരിച്ചു പറഞ്ഞു, ചായ വലിയ കാര്യത്തിൽ പറഞ്ഞ് ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞു വെച്ച് ആട്ട് വിട്ടു. അപ്പൊ ദാവീദിന് പണിയിൽ പ്രമാണം വലിയ ശുണ്ടി ഉണ്ടായി. ദാവീദ് തീരുമാനിച്ചു അവനെ ഇനിയും ഭൂമിക്ക് മേടി വെക്കുകയായിരുന്നു. അങ്ങനെ ദാവീദ് ഇവനെ കൊല്ലുവാൻ പദ്ധതി കിട്ടപ്പോൾ ഈ അവന്റെ ഭാര്യ നല്ല വിവേകമുള്ള സ്ത്രീയാ. ആരാ? അബീഗില്. അങ്ങേരുടെ പേരോ നാബാല്. ആ സ്ത്രീയെ പറ്റി നല്ല വിവേകമുള്ള സ്ത്രീ എന്ന. വിവേകം മാത്രമാണോ, സൗന്ദര്യവും ഉണ്ടെന്നാ. സുന്ദരി. രണ്ടും കൂടെ ഒത്തണങ്ങുന്ന വലിയ അത്ഭുതമാണ്. ചിലതിന് വിവേകമുണ്ട്, സൗന്ദര്യം കാണില്ല. സൗന്ദര്യമുണ്ട്, ചിലതിന് ഇത് രണ്ടുമില്ല, ബോധവുമില്ല. അപ്പൊ ഇത് സുഹൃത്തം ചെയ്തവർക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവള് നല്ല വിവേകമുള്ള സ്ത്രീയാ, നല്ല സ്ത്രീയാ, വിസ്തരിക്കുന്നില്ല. വേറൊരു സ്ത്രീ ഉണ്ടാകുന്നല്ലോ. എലയാസർ പറഞ്ഞു, ഞാൻ എന്റെ യജമാനാകുന്ന അബ്രഹാമിന്റെ മകനെ പെൺകുട്ടിയെ അന്വേഷിക്കാതെ. അപ്പൊ നിയമമെല്ലാം ചെയ്ത് വിട്ടപ്പം എലയാസർ ഒരു തീരുമാനം വെച്ചു, ഞാൻ അവിടെ ചെല്ലുമ്പോൾ വെള്ളം ചോദിക്കും, എനിക്ക് കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി പറയണം, നിനക്കെന്തരാ നിന്റെ ഒട്ടകത്തിന് തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആരേലും ഏതൊരു പെങ്കൊച്ച് പറഞ്ഞാൽ അവളായിരിക്കും എന്റെ യജമാനനാകുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ വധു. അങ്ങനെ എലയാസർ യാത്ര ചെയ്തു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കടത്തിക്കരെ വന്നു. ഒരു പെങ്കൊച്ച് വെള്ളം കോരാൻ വന്നു. അപ്പൊ അവളോട് പറഞ്ഞു, കുഞ്ഞെ ഇച്ചിരി കുടിക്കാൻ വെള്ളം. ഉടനെ അവള് പറഞ്ഞു, നിനക്ക് തരാൻ നിന്റെ എത്ര ഒട്ടകം ഉണ്ടായിരുന്നെന്ന്. അത് കണ്ടാൽ കാണുമായിരിക്കും, ഒരു വഴിക്ക് പോകുന്നതല്ലേ. ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ടില്ലെന്നോ? വേറെ പുസ്തകം വായിക്കും. പിന്നെ എവിടാ പറഞ്ഞേക്കുന്നത്? രാമായണത്തിലാണോ? 10 ഒട്ടകം. 10 ഒട്ടകം അങ്ങനെ അടിച്ചേക്കുന്നത്. 10 ഒട്ടകം നിനക്കും തരാൻ, നിന്റെ ഒട്ടകത്തിന് തരാൻ 10 ഒട്ടകമുണ്ട്. അപ്പോൾ അവളെ കടത്തിലിറങ്ങി കോരിക്കൊണ്ട് കൊടുത്തു, കുടിച്ചു, വീണ്ടെടുത്തു. അപ്പോൾ അവന് മനസ്സിലായി ഇവളാണ് ഉത്തമയായ ഉത്തമ സ്ത്രീയായ ബാലകേ തിരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യവരൻ ചെയ്ത വേലയെ. ഉത്തമ സ്ത്രീയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യവരൻ ചെയ്ത വേലയെ. നല്ല മണ്ണവാളൻ താനി ഉള്ളമാണവാടിയുമായി. നല്ല മണ്ണവാളൻ താനി ഉള്ളമാണവാടിയുമായി കല്യമോദം ചേർന്നു സൂകി ചല്ലൽ വെടിഞ്ഞിടുവാനും ഇന്നീ മങ്ങലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക. നിങ്ങൾ ചിന്തിക്കാതെ ഇത് കല്യാണമല്ലെന്ന്. അല്ല, ഇവിടെ കല്യാണം ഇങ്ങനെയുള്ള പാട്ടൊന്നും അല്ലല്ലോ പാടുന്നത്. അപ്പൊ പിന്നെ അതുകൂടെ അങ്ങ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് പാടിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിനക്കെന്തിനാ നിന്റെ ഒട്ടകത്തെ ഉത്തമയായ സ്ത്രീ. ഇതുപോലൊരു സ്ത്രീ അബീഗയില്, വിവേകമുള്ളവൾ, സൗന്ദര്യമുള്ളവൾ. അവൾ പൊടുന്നതിനെ കടലേക്ക് കോപ്പിട്ട ഭക്ഷണ സാധനങ്ങൾ കടതപ്പുറത്ത് വെച്ച് മലഞ്ചൊല്ലി കൂടി ഇറങ്ങി വരിക. ദാവീദ് അതിൽ കയറി വരുന്നു. കണ്ടോടനെ ഇവള് സാത്താനെ വിളിച്ച് പറഞ്ഞു, യജമാനന്റെ കുറ്റമല്ല അടിയന്റെ മരിക്കട്ടെ. അങ്ങേര് ആ പേര് പോലെ തന്നെ ഗുണമുള്ളവനല്ല. നാബാലെന്നല്ലയോ പേര്. നിഷ്ഠൂരൻ എന്നൊക്കെ എഴുതിയേക്കുന്നത്. പുള്ളി വലിയ കുടുംബത്തിൽപ്പെട്ട ആളാ. ഈ നാബാൽ ഏത് ഗോത്രക്കാരനാ? കാലേബ് ഗോത്രം. അതേത് ഗോത്ര? കാലേബ് അങ്ങനെ ഒരു ഗോത്രം ഇല്ലല്ലോ.
കാലേബ് വംശജനെന്നുണ്ട്. കാലേബ് എന്ന് പറഞ്ഞൊരു ഗോത്രമില്ല. അടിരാത്രി ഇത്രയും ഒപ്പിച്ചു തരുന്നല്ലോ, അത് വലിയ കാര്യം. കാലേബ് വംശജൻ, യഹൂദാ ഗോത്രക്കാരനാ. യഹൂദാ ഗോത്രത്തിൽ യെഫുന്നെയുടെ മകൻ കാലേബ്. ആ കാലേബിന് വംശത്തിൽപ്പെട്ടവനാ നാബാൽ. അപ്പൊ യഹൂദാ ഗോത്രക്കാരനാ. അയാള് നല്ല മിടുക്കനാ, നല്ല ഗോത്രത്തിൽപ്പെട്ടതാ. പക്ഷെ ഗുണമൊന്നും ഒരു ഗുണവുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവള് വിവേകമുള്ളവളാ. അവള് പറഞ്ഞൊരു പദമുണ്ട്, യജമാനേ കുറ്റമല്ല അടിയന്റെ വല്ലിക്കട്ടെ, സമ്മാനങ്ങളെല്ലാം എടുത്തുകൊള്ളുക. അടുത്ത പദം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, 25-ാം വാക്യം ഒന്ന് വായിക്കാമോ? 25-ാം അധ്യായത്തില് ഗണ്യമാകരുത്. ഓ, ഗുണമുള്ള ആളല്ലേ, പിന്നെ നമ്മുടെ തലയെ വന്ന് കയറി നമുക്ക് വായിക്കാതെ ആ നോട്ടം വരുമ്പം കാണുമ്പോ അറിയാം. എന്നാലും വായിച്ചു. നാബാൽ എന്നല്ലയോ അവന്റെ? അയ്യോ, മുഴുവൻ വിവരക്കേടാ. കല്യാണം കഴിച്ച കാലം മുതലേ വിവരക്കേടാ. പിന്നെ ഞാനൊരു തരത്തിന് ഇങ്ങനെ തന്തിച്ചോണ്ട് കഴിച്ചിട്ടിറക്കാനും മേല. വായില് അയ്യോ, യജമാനൻ ബാല്യക്കാരെ വിട്ടപ്പോ ഞാനത് കണ്ടില്ല. ഞാൻ കാണുകാരെ നിങ്ങളൊന്നും ചെയ്യലായിരുന്നു. അടുത്ത ഓടിച്ചു വായിച്ചു. അടുത്ത പദം നാബാലിനെ പോലെ ആകട്ടെ. അതൊക്കെ ദ്വയാർത്ഥത്തിലാ പറഞ്ഞത്, തട്ടിക്കളഞ്ഞാ പറഞ്ഞത്. അടുത്ത വാക്യമായിരുന്നു. അടുത്ത പദം കുറ്റം ക്ഷമിക്കണമേ, ഒരു ഗൃഹം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെ അല്ലയോ. അപ്പൊ ദൈവത്തിന്റെ യുദ്ധങ്ങളെല്ലാം നടത്തുന്നത് ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദാ. അപ്പൊ ദൈവത്തിന് യുദ്ധമുണ്ടെന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് യുദ്ധമുണ്ടെന്നാണ്. അങ്ങനെയെങ്കിലും വിഷയത്ത് വരാം. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് യുദ്ധമുണ്ടെന്നാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവം ഇതിനുള്ള ഒന്നാമത്തെ പോരാട്ടമാണ് ജഡത്തിന്റെ അമാലേക്കിന്റെ പോരാട്ടം. എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്നുവരെയുണ്ട്? മരണം വരെ പോരാട്ടമുണ്ട്. ഒന്നെങ്കിൽ കാഹളം ധ്വനിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മരണം. അതുവരെ പോരാട്ടമുണ്ട്. കാരണം ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. വീണ്ടെടുപ്പ് 4: ആത്മാവിന്റെ, ശരീരത്തിന്റെ, ഇസ്രായേലിന്റെ, ഭൂമിയുടെ. നാലായിട്ടാണ് നന്നായിട്ട് പഠിപ്പിക്കുന്നത്. വേറെ ഉണ്ട്. എങ്ങനെ ശരിയായി പഠിപ്പിക്കുന്ന 4 വീണ്ടെടുപ്പ്: 1 ആത്മാവിന്റെ, 2 ശരീരത്തിന്റെ, 3 ഭൂമിയുടെ, 4 ഇസ്രായേലിന്റെ. ആത്മാവിന്റെ വീണ്ടെടുപ്പ് രക്ഷിക്കപ്പെടുമ്പോൾ നടക്കും. ഒരുവൻ യേശുവിന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആത്മരക്ഷ ഉറപ്പായി. റോമാലേഖനം ആത്മാവെന്ന യാഗദാനം ലഭിച്ചിരിക്കുന്ന നാമം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായിരിക്കുമ്പോൾ ആത്മരക്ഷ ഉറപ്പാക്കി. എന്നാൽ ഈ ശരീരത്തിനൊരു രക്ഷയുണ്ട്, വീണ്ടെടുപ്പുണ്ട്. എന്നാ വീണ്ടെടുപ്പ്? ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുവോ? ആ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് നടക്കുന്ന ലക്ഷണം. ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. എന്നാ? കാഹള ധ്വനിയെങ്കിൽ. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായിട്ടുള്ള ജീവനോടിരിക്കും. നമുക്ക് രൂപാന്തരം. അതിന് പൂർണ്ണ വീണ്ടെടുപ്പ്. ഈ പൂർണ്ണ വീണ്ടെടുപ്പ് നടക്കാത്തിടത്തോളം കാലം ജഡത്തിൽ പോരാട്ടമുണ്ട്. ഇത് മണ്ണിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ടല്ലേ പിന്നെയും 10 സെന്റ് കൊണ്ട് എഴുതാനില്ലേ ആഗ്രഹം. ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് ഇതിനോട് എപ്പോഴും ഒരു പിടുത്തമുണ്ട്. സ്തോത്രം. പണ്ട് പി ജി മാസ്റ്റർ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ മേപ്പോട്ടേക്ക് ഇപ്പോൾ ചാടുന്നതിനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, കുഞ്ഞെ, അകത്തിരിക്കുന്ന ആത്മാവ് മേളിൽ നിന്ന് വന്നതാണ്, ഈ പുറത്തത് ഇവിടെ നിന്ന് എടുത്തതാണ്. അപ്പോൾ അകത്തിരിക്കുന്ന പുള്ളിക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഈ പുറത്തിരിക്കുന്ന പുള്ളി വിടുകയില്ല. അതാ ഞങ്ങളെല്ലാം കിടന്ന് ഇങ്ങനെ പുള്ളിയുടെ സരസമായി പറഞ്ഞതാ. ഏതാണ്ട് ഒക്കുന്നുമുണ്ട്. അപ്പൊ ഏതായാലും ഈ ശരീരത്തിന്റെ പൂർണ്ണമായ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ട്. ഇത് പറഞ്ഞിട്ട് പോലൊരു തോത്രം പറയാത്ത. നീ ഇപ്പൊ അങ്ങോട്ട് പോകുകയില്ല, അങ്ങോട്ട് പോകുക എന്നുള്ളത് ഉറപ്പാണ്. അത് പിന്നെ പോട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അകത്ത് ഈ മനുഷ്യനെ സംബന്ധിച്ച് ശക്തി ഉടമപ്പെടണം. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തത് കൊണ്ട് ജഡത്തിൽ മോഹമുണ്ട്. രാഗം, ഇച്ഛ, മോഹം, തൃഷ്ണ, അഭിനിവേശം, ആവേശം ജഡത്തിലുണ്ട്. അപ്പൊ ദൈവമക്കൾ ഇതിനെ ക്രൂശിക്കണം, കീഴ്പ്പെടുത്തണം. ഹൈന്ദവര് പറയുന്നേ ഷഡ്വൈരി. 6 കൂട്ട സാധനം ഈ ദേഹത്തുണ്ടെന്ന. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാനസം. ഷഡ്വൈരിയുടെ വിളയാട്ടം ഉണ്ടെന്ന. ജഡാഭിലാഷം ആത്മാവിലാഷം ജഡത്തിനും വിരോധമാണ്. ഇവര് തമ്മിൽ എന്നും ഉടക്കാം. സെക്രട്ടറി പാസ്റ്ററും പോലെ എന്നും ഇവര് തമ്മിൽ എന്നും ഉടക്കാം. എല്ലാ സഭായത്തിനും ഉടക്കം ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവര് തമ്മിൽ എന്നും പ്രശ്നമാണ്. ഒരു ദൈവമായി ഇതിനെ കീഴ്പ്പെടുത്തണം. പിന്നെ ഓടിച്ച് പറയാം, ഈ ജഡത്തെ ഒതുക്കണമെങ്കിൽ എല്ലാവരെയും കൊണ്ട് ഒക്കത്തില്ല. അതിന് പ്രതിഷ്ഠാ ജീവിതം വേണം. ജീവിതത്തിൽ പ്രതിഷ്ഠ. നമുക്ക് പ്രതിഷ്ഠാ ജീവിതമാണ്. യോഗത്തിന് വന്ന് പ്രതിഷ്ഠ ഇരിക്കും പോലെ ആയിരിക്കും. ഒരു തോത്രം പോലും നമ്മൾ പറയില്ല, അനങ്ങുന്നില്ലല്ലോ. പ്രതിഷ്ഠയാണ്.
പുള്ളിയുടെ അപ്പുറം ഇരിക്കുന്ന പുള്ളി അനങ്ങുന്നല്ലോ, അത് പ്രതിഷ്ഠയാണ്. യോഗത്തിന് വന്നൊരു കസേര നിറച്ച് അനങ്ങാതിരിക്കുന്ന നല്ല പ്രതിഷ്ഠ, ജീവിതത്തിൽ പ്രതിഷ്ഠ വേണം. ഇനി മറുവശം, ജീവിതത്തിൽ പ്രതിഷ്ഠ വേണമെങ്കിൽ എല്ലാവരും കൊണ്ട് പറ്റത്തില്ല, പക്വതന്മാരെ കൊണ്ട് യോഗം. ഞാനെപ്പോഴും പറയും, ഇപ്പൊ ഈ സഭയ്ക്കകത്ത് പക്വതന്മാരൊന്നുമില്ല, മിടുക്കന്മാരാ എല്ലാരും. മിടുക്കന്മാർ, നമുക്ക് മിടുക്കന്മാരെ മതിയല്ലോ. അല്ലെ ചോദിക്കുന്നത്, പുള്ളി പ്രസംഗിക്കുമോ? ഭയങ്കര മിടുക്കനാ, പ്രസംഗിക്കുമോ? അരിവാരി കറിയും പോലെ അന്യഭാഷ പ്രസംഗം. നിൽക്കുന്ന മരവും കൂടെ ഇത്രയ്ക്ക് പ്രസംഗം. പുള്ളി തല്ലുണ്ടാക്കും, പറന്നടിക്കും. കൗൺസിൽ കൂടിയപ്പോ പുള്ളി മുണ്ട് മടക്കി കുത്ത് പറന്നടിച്ചു. പുള്ളി തുളനാടനൊക്കെ പഠിച്ചതാണ്. രക്ഷിക്കപ്പെട്ടെന്നാ പറയാനെ, അതിന് പെടുന്നതിന് അഭ്യാസം മുറ അറിയാം. പുള്ളി നിൽക്കുന്ന കണ്ടില്ലേ, പ്രസംഗിക്കുമ്പോൾ പുള്ളി ചുവടയില് പറന്നടിക്കും. തെറി പറയുമോ? കണ്ണു പൊട്ടുന്നു. മിടുക്കനാണ്. നാള് കുമ്പനാട്ട് വെച്ചോടനെ പറഞ്ഞത് കണ്ണു. പുള്ളിയെ ഒന്നിന് നമുക്ക് അങ്ങനെയുള്ളവരെ മതിയല്ലോ, ആത്മീയരെ വേണ്ടല്ലോ. ദൈവത്തിന് മിടുക്കന്മാരെ വേണ്ട, ദൈവത്തിന് വിശുദ്ധന്മാരെ മതി. മിടുക്കന്മാരെ ഒരു ദൈവത്തിന് വേണം. അപ്പൊ അതാ പറഞ്ഞേ, അതിന് പ്രതിഷ്ഠാജീവിതം വേണം. അതിന് പലതും വർജിക്കണം, വേണ്ടാന്ന് വെക്കണം, വർജിക്കണം. നിങ്ങള് ഹൈന്ദവരായ സ്നേഹിതന്മാരെ പഠിച്ചവര് പലതും വർജിച്ചാ ജീവിക്കുന്നത്, പലതും വർജിച്ചാ അവര് ജീവിക്കുന്നത്. എന്തോ ഈ വർജനം വ്രതകാലമായി. ഇത് നമ്മോടുള്ള ബന്ധത്തിൽ ഇത് വ്രതമാ. നമ്മൾ വിശുദ്ധന്മാരും വ്രതന്മാരുമല്ലയോ, വ്രതന്മാരായി വർജിക്കുന്നേ. ദൈവമക്കൾ വ്രതന്മാരാ, പലതും വർജിച്ച് വേണം ജീവിക്കാൻ. ഹൈന്ദവരെ കണ്ടേ, അവർക്ക് വ്രതകാലമുണ്ട്. എത്ര ദിവസമാണ്? 40 ദിവസം വൃശ്ചിക വ്രതം ഹൈന്ദവർക്കുണ്ട്. മത്സ്യമാംസാദികളല്ല, അവരും മത്സ്യം മുട്ടയും മാംസവും ഒന്നും ആ ദിവസങ്ങളിൽ 50 നോയമ്പ്. അപ്പം സമുദായക്കാർക്ക് 50 ദിവസം വ്രതം, ഹിന്ദുക്കൾക്ക് 41 ദിവസം വ്രതം. മുസ്ലിം സഹോദരന്മാർക്ക് കൊണ്ട് നോയമ്പ് കാലം 30 ദിവസം, 3. ബാക്കി എല്ലാം കുഴഞ്ഞു കിടക്കുകയാണ്. തരത്തിലാ കഷ്ടിച്ച് 3 ദിവസം. പ്രിയരെ, നമുക്ക് വ്രതം നമ്മുടെ ആയുസ് മുഴുവൻ. സ്തോത്രം. നമ്മുടെ വ്രതം എന്ന് തുടങ്ങി? രക്ഷിക്കപ്പെട്ട അന്ന് തുടങ്ങി. എന്ന് തീരും? ഒന്നെങ്കിൽ കാകളം തുലിക്കണമില്ലേ നിന്റെ മരണം. ഇതാ വ്രതകാലം. ഈ വ്രതകാലത്ത് പലതും വർജിച്ച് ജീവിക്കണം. പോട്ടെ, വിവരിക്കുന്നില്ല. അവിടെ ശ്രദ്ധിക്കുക, ഈ പോരാട്ടം മരണം വരെ ഉണ്ട്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തത് കൊണ്ട് ഓടിച്ച് അവസാനിപ്പിക്കുക. ഒന്നാമത്തെ പോരാട്ടം അമാലേക്കിന്റെ പോരാട്ടം. എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്ന് വരെയുണ്ട്? മരണം വരെ. ഇനി എവിടെ വെച്ചാ ഈ പോരാട്ടം തുടങ്ങിയത്? വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. പുറപ്പാട് 17:8. എവിടെ വെച്ച് ഈ പോരാട്ടം തുടങ്ങി? പുറപ്പാട് 17:8. വേഗത്തിൽ. രബീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തെന്ന വായില്. അവൻ രബീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ പോരാട്ടം അമാലേക്കിന്റെ പോരാട്ടം. എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്ന് വരെയുണ്ട്? മരണം വരെ. എവിടെ വെച്ച് തുടങ്ങി? രബീദീമിൽ വെച്ച്. വിസ്തരിക്കുന്നതിനോട് ചെങ്ങ് നിർത്താം. നോട്ട് ചെയ്യുന്നതുകൊണ്ടാ പോയിന്റ് പറഞ്ഞ് നിർത്തുന്നത്. രബീദീമിൽ വെച്ച് തുടങ്ങി. ഇനി എതിലേക്കൂടാ വന്നേ? വളരെ പറ. പുറകെ കൂടെ കയറി വന്നു. പുറകെ കൂടാ വന്നത്. അപ്പൊ ഏറ്റവും പിറകെ കൂടാ ഇത് കയറി വന്നെ. അതിന്റെ പുറകെ കൂടെ വരാൻ കാര്യം ക്ഷീണിച്ചും തളർന്നും പോയ ആൾക്കാർ എവിടെ ഇരിപ്പുണ്ട്? വായിച്ചേ, ആവർത്തന പുസ്തകം 25:17. 2 ആൻസർ കൂടെ കിടപ്പുണ്ട്. വേഗത്തിൽ വായിച്ചു. ആവർത്തനം 25:17. വേഗത്തിൽ. വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ളവരെ എന്നെ സംഘം. അപ്പോൾ അമാലേക്കിന്റെ പോരാട്ടം വന്നത് ഏറ്റവും പുറകെ കൂടെ വരാൻ കാര്യം ക്ഷീണിച്ചും തളർന്നു പോയവർ എവിടെ ഇരിപ്പുണ്ട്? പിറകെ. ഇപ്പൊ മനസ്സിലായോ? പുറകെ ഇരിക്കുന്നവരാരാന്ന്? ഇവിടെ അല്ല. ഈ ചില സ്കൂളിൽ ചെന്ന് എത്ര ഫ്രണ്ടിൽ ഇടയുണ്ടെങ്കിലും മുന്നോട്ട് കയറിയിരിക്കില്ല. ഇങ്ങോട്ട് കയറിയിരിക്കാൻ പറഞ്ഞാൽ പുറകോട്ടൊരു വലിവ, മുന്നോട്ട് വരികയില്ല. പിന്നെ ചില ആൾക്കാരെ നല്ലതാ, പുറകിൽ ഇരുന്നാലും ഗുണമുണ്ട്, വരുന്നവരെ കയറ്റി വിടും. അതൊരു നല്ല കാര്യമാണ്. അത് കയറ്റാത്തവരും ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നമുക്ക് നല്ലതാ. അപ്പൊ ഏറ്റവും പിറകിൽ കുറെ ആൾക്കാരുണ്ട്. എങ്ങനെയുള്ളവരാ? ക്ഷീണിച്ചു. എന്റെ വിഷയം അങ്ങനെ നിർത്താം. ഇത് മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ടതായെങ്കിൽ ഞാൻ പോയിന്റ് പറയാം. ഒന്നാമത്തെ പോരാട്ടം അമാലേക്കിന്റെ പോരാട്ടം. എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്ന് വരെയുണ്ട്? മരണം വരെ. എവിടെ വെച്ച് തുടങ്ങി? രബീദീമിൽ വെച്ച്. എതിലേക്കൂടെ വന്നു? പുറകെ കൂടെ വരാൻ കാര്യം ക്ഷീണിച്ച് തളർന്നും പോയവര് പുറകെ. ഇനി ക്ഷീണിക്കാനും തളരാനും കാരണം എന്നാ? ഭക്ഷണമില്ല. സ്തോത്രവും
ക്ഷീണിക്കാനും തളരാനും കാരണം ഭക്ഷണമില്ലാഞ്ഞിട്ടാണോ? അല്ല, നല്ല ഭക്ഷണമാണ് ദൈവം കൊടുത്തത്. ഭക്ഷണ പദാർത്ഥമില്ലാഞ്ഞിട്ട് രാവിലെ നല്ല ഭക്ഷണം. രാവിലെ എന്തുവാ കൊടുത്തവർക്ക്? രാവിലെയാണ് രാവിലെ മഞ്ഞ കൊടുത്തു. ജനശക്തിമാന്മാരുടെ അപ്പം തിന്ന. മഞ്ഞയെ പറ്റി 3 സ്ഥലത്തെ വായിച്ച്. പുറപ്പാട് 16, 31, സംഖ്യ 18, സംഖ്യ 24. വേഗത്തിൽ വായിക്കണേ, സമയം പോയി. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലിന് പോലെയും വെള്ള നിറമുള്ളത് തേൻ കൂട്ടി ചേർത്ത ദോശ കൊടുത്ത് രുചി. അപ്പൊ ഈ പ്രാരംഭത്തിൽ മന്ന കിട്ടിയപ്പോൾ അതിന്റെ ടേസ്റ്റ് എങ്ങനാ? തേൻ ചേർത്ത ദോശ. ഞാൻ നാട്ടിലൊക്കെ പറയും, ഈ പെന്തിക്കോസ് വരുന്ന കാലത്തെ ടേസ്റ്റ് എങ്ങനാ? എന്തോ ടേസ്റ്റാ. ആ രക്ഷിക്കപ്പെട്ട കാലം ഓർത്തെ. അന്നത്തെ പാട്ടെ, പ്രാർത്ഥന, കൂട്ടായ്മക്കുള്ള വരവേ, ഇരിപ്പേ, പോക്ക, എന്തൊരു ഉണർവാ. അന്ന് പാടുപാടുന്നത്. എവിടെ പോയി ഞാൻ അവനാ ജീവൻ വെക്കണം അന്ന് പാടുന്നതാ. അവിടെ തന്നെ ഭയങ്കര ടേസ്റ്റാ. എവിടെ യോഗമുണ്ടെങ്കിലും അന്ന് വണ്ടി വേണ്ട, വാച്ച് വേണ്ട, കൂട്ട് വേണ്ട, ടോർച്ച് വേണ്ട, ചപ്പല് വേണ്ട, മാച്ച് ചെയ്യുന്ന ഒന്നും ഇപ്പൊ ഉടുത്താവല്ലോ. ഇറങ്ങുക, ഇങ്ങനെ ഉടുത്തു, അങ്ങനെ ഉടുത്തു, ഇങ്ങനെ നോക്കി, ഇവിടെ നോക്കി, അവിടെ നോക്കി. എന്നുവെച്ചാൽ പുള്ളിയോട് പറയാം, നോയിക്കേ. പുള്ളി പിന്നെ സാലറി അമ്മാമയ്ക്ക് ആയതുകൊണ്ട് പുള്ളി ശരിയായിട്ടിരിക്കും. താഴെ നിന്ന് വലിച്ചിട്ടെ എന്നാ പുള്ളി കുഞ്ഞ് എത്ര ഉടുത്തിട്ട് ഒക്കുന്നില്ലല്ലോ. അപ്പൊ പ്രാരംഭത്തിൽ അങ്ങോട്ട് ഈ ഭക്ഷണം കിട്ടിയപ്പോ നല്ല തേൻ ചേർത്ത അല്ല പെന്തിക്കോസ് വന്ന കാലം എന്തോ ടേസ്റ്റാ. എല്ലാവരും നോർത്തെ രക്ഷിക്കപ്പെട്ട കാലം എന്തോ ടേസ്റ്റാ. ടേസ്റ്റല്ലോ ഓടിച്ചു പറയാം. കുറെ നാള് മഞ്ഞ തന്നപ്പോ ഇവർക്ക് തോന്നി രുചി പോയെന്ന്. വായിച്ച സംഖ്യ 11 വേഗത്തിൽ വായി. ജനം നടന്ന് പറയുക, തിരികെ പൊടിച്ചിട്ടോ ഉരുളിൽ ഇടിച്ചിട്ടോ കലത്തിൽ പൊടിങ്ങിട്ടോ അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്ത ദോശ. നേരത്തെ എങ്ങനെയായിരുന്നു? തേൻ ചേർത്ത്. അത് പെന്തിക്കോസ് വന്ന കാലം. 10-12 കൊല്ലം ഇതിനകത്ത് ഒരു കൊട്ടിയും പാടിയും തുള്ളിയും കഴിയും. ഇപ്പൊ ടേസ്റ്റ് എങ്ങനായി? ആ പഴയ രുചിയും ഗുണവും മണവും ഒന്നും ഇപ്പം ഇല്ല. ഇതിപ്പോ കാണുമ്പോൾ അറിയാം. ഇനി പ്രാർത്ഥിച്ച് നോക്കുവൊന്നും വേണ്ട, മകളയിൽ നിന്നും വിളിക്കണ്ട, അല്ലാതെ കാണുമ്പോൾ അറിയാം. ആ പഴയ ടേസ്റ്റ് അല്ല. എന്നാലും വന്നിരിക്കുന്നല്ലോ തിങ്കളും ചൊവ്വായി. വലിയ കാര്യം. അപ്പൊ പണ്ട് തേൻ ചേർത്ത ദോശ. അത് പെന്തിക്കോസി വന്ന കാലം. 8-10 കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പൊ ടേസ്റ്റ് എങ്ങനായി? ആ പണ്ടത്തെ രുചിയും ഗുണവും മണവും ഒന്നും ഇപ്പം ഇല്ല. നിരാശപ്പെടണ്ട. ഇന്ന് രാത്രി ഏറ്റു പറ, ദൈവം നിന്നെ രുചിപ്പിക്കും. നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇന്ന് രാത്രിയിലേക്ക് മടക്കി തരും. അപ്പൊ ഇടക്കാലം കൊണ്ട് എണ്ണ ചേർത്ത ദോശ. ഇനി 10-30 കൊല്ലമായപ്പോ പിന്നെയും തോന്നി രുചി പോയി. വായിച്ച സംഖ്യ 21:4 മുതൽ ഓടിച്ചു വായി. പിന്നെ അവർ ഏതാം ദേശത്തെ ചുറ്റിപ്പോകുവാൻ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കര വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമാണ് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം വെറുപ്പാണ്. കണ്ടോ? പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ. 8-10 കൊല്ലം കഴിഞ്ഞപ്പം എണ്ണ ചേർത്ത ദോശ. 10-30 കൊല്ലം ആയപ്പം സാരമില്ലാത്ത അത് വെറുപ്പുമാണ്. സ്തോത്രം. ഈ പെന്തിക്കോസ് വന്നപ്പോഴത്തെ പാട്ടങ്ങനെ, എവിടെ പോയി ഞാൻ അവനാ ജീവൻ വെക്കണം, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സു നൽകണേ. ദുരിത ക്ലേശമോ വിവിധ പീഡ പേടിയോ വരുന്നതെന്തും വരട്ടെന്നല്ലാതെ എനിക്ക് ഭയമില്ല. അപ്പൊ അന്നത്തെ പാട്ടാ. 5-8 കൊല്ലം കഴിഞ്ഞപ്പോ പാട്ടങ്ങനെ, ജീവിതത്തിൽ പല വീഴ്ചകൾ കണ്ണുമൊക്കെ മറിയുന്ന കാണാം. അവിടെ ഒത്തിരി കണ്ടമാനം അങ്ങ് വീണു. പിന്നെ അവിടെ കിടന്നുകൊണ്ട് പാടുക, ഒട്ടും നിഷേധിക്ക. അത് 5-8 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്. ഇപ്പൊ 10-30 കൊല്ലമായി. ഇപ്പൊ പാടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ജീവിതം ഇന്നും ശരിയായിട്ടില്ല, അയ്യോ ഇനി എന്ന് ശരിയാകാന്. പണ്ട് തേൻ ചേർത്ത ദോശ. 8-10 കൊല്ലം കഴിഞ്ഞപ്പോ എണ്ണ ചേർത്ത ദോശ. ഒടി പറയാ സാരമില്ലാത്ത ആഹാരം വെറുപ്പ. ഞാനൊരു കാര്യം പറഞ്ഞ നിർത്താം, പ്രസംഗം മുടിപ്പിക്കാനൊക്കെ ഇല്ല. പ്രിയരെ, മഞ്ഞയ്ക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പം എനിക്ക് നിങ്ങൾക്ക്. മഞ്ഞയ്ക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം പറയാ, ഈ മഞ്ഞ യേശു ക്രിസ്തുവിന് നിഴല. ഈ മഞ്ഞ യേശു ക്രിസ്തുവിന് നിഴല. കാരണം മഞ്ഞ ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണതാ മഞ്ഞ. അങ്ങനെയെങ്കിൽ ഉയരത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, ക്രിസ്തുവേശു മാത്രം. ബാക്കി സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോകുമ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നവൻ നാം സേവിക്കുന്ന ക്രിസ്തുവേശു. ഫിലിപ്പിയാലേഖനം പഠിപ്പിക്കുന്ന ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനെ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള ക്രിസ്തുവിന് നല്ല മഞ്ഞ.
മന്നയ്ക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പം എനിക്ക് നിങ്ങൾക്ക് 6 കോടതി മാറി മാറി ക്രിസ്തുവിനെ വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ലല്ലോ. പീലാത്തോസ് തിരിച്ചും മറിച്ചും തിരിച്ചും വിസ്തരിച്ചിട്ട് കുറ്റം കണ്ടില്ല. അന്നാസം കയ്യപ്പാവും മാറി മാറി വിസ്തരിച്ചു, യേശുവിന് കുറ്റം കണ്ടില്ല. പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപമേശാത്ത പരമവിശുദ്ധനാണ് യേശു ക്രിസ്തു. നിർദോഷ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാധികത്തിലും വലിയവൻ ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ മുകളിൽ നിറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഊനമില്ലാത്ത, പാപമില്ലാത്ത പരമവിശുദ്ധനായ യേശു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന് കന്യകയിൽ പൂജാതനായി ഇവിടെ ജീവിച്ച് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഈ ഉയർത്ത് ഇന്നും അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇന്ന് രാത്രി മന്നയ്ക്ക് കുഴപ്പമില്ല, യേശുവിന് യാതൊരു ഊനമില്ല. നമ്മുടെ കുറവുകളേറ്റ് പറഞ്ഞ്, ബലഹീനതകളേറ്റ് പറഞ്ഞ്, പാപങ്ങളേറ്റ് പറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തിലേക്ക് വരാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കാം.